ഹലോ മച്ചമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഈ വർഷം പുതുതായിട്ട് ഇറങ്ങിയ ഒരു മിസ്റ്ററി, ത്രില്ലർ, ഹൊറർ, ഇച്ചിരി കോമഡി എല്ലാം കൂടി അടങ്ങിയിട്ടുള്ള ഒരു പുതിയ കൊറിയൻ ഹൊറർ മൂവിയുടെ കഥയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. കഥയെക്കുറിച്ച് ചുരുക്കി ഒന്ന് പറഞ്ഞുതരാം. അതായത് രണ്ട് ഉഡായിപ്പുകൾ. ഇവരുടെ മെയിൻ പരിപാടി എന്താ വെച്ചാൽ ആൾക്കാരെ പറ്റിക്കുക, അവരുടെ വീട്ടിൽ പ്രേതമുണ്ട് എന്ന് പറയുക, അങ്ങനെ ഉഡായിപ്പുകൾ കാണിച്ചിട്ട് കാശ് അടിച്ചു മാറ്റില്ല. അങ്ങനെ ഒരു ദിവസം രാത്രി ഇവരുടെ ഓഫീസിലേക്ക് ഒരു പെൺകുട്ടി വരികയാണ്. അവളുടെ നാട്ടിലും വീട്ടിലും ഇതുപോലെ ഒരു പ്രശ്നമുണ്ട്, നല്ല കാശ് തരാന്ന്. കാശ് എന്ന് കേട്ടപ്പോൾ തന്നെ രണ്ടുപേരും ചാടി ഇറങ്ങുകയാണ്. എന്നാൽ ആ ഒരു ഗ്രാമത്തിലേക്ക് കയറുന്ന സമയത്ത് തന്നെ അവർക്ക് എന്തോ ഒരു പന്തികേട് തോന്നുകയാണ് കേട്ടോ. ഇത്രയും ദിവസം അറ്റൻഡ് ചെയ്ത കേസുകൾ പോലെയല്ല ഇത്. കാരണം അവിടെയുള്ള ഓരോ ആൾക്കാരുടെയും മുഖം തന്നെ കുറച്ച് ഗൗരവത്തിൽ, എന്തൊക്കെയോ ഭയം അവരുടെ മുഖത്തുള്ളത് പോലെ, ഒരു സന്തോഷമില്ലാത്തൊരു ഗ്രാമമായിരുന്നത്. അതായത് ഒന്നും അറിയാതെ പണം പണം എന്ന് പറഞ്ഞ് നടന്ന ഈ രണ്ട് ഉഡായിപ്പുകൾ ചെന്ന് പെട്ടത് വലിയൊരു ട്രാപ്പിലേക്കാണ്. എന്തായിരിക്കും അത്? നമുക്ക് നേരെ ആ ഒരു കഥയിലേക്ക് പോയാലോ. അപ്പൊ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്ന ഈ സിനിമയുടെ പേരാണ് ഡോക്ടർ ചിയോൺ ആൻഡ് ദ ലോസ്റ്റ് തലിസ്മാൻ. സിനിമയുടെ തുടക്കത്തിൽ തന്നെ കണ്ടാൽ തന്നെ പേടിയാവുന്ന ഒരു പ്രത്യേകതരം ഗുഹ കാണിക്കുകയാണ്. അപ്പോൾ ഈ സിനിമയിലെ ചില കഥാപാത്രങ്ങൾക്ക് മലയാളിവൽക്കരിച്ച ചില പേരുകളായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് കേൾക്കാനും അതുപോലെ തന്നെ എനിക്ക് പറയാനും കുറച്ച് സുഖമായിട്ടുള്ള പേരുകളാണ് ഞാനിവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ആ ഒരു ഗുഹയുടെ ഉള്ളിൽ വെച്ചിട്ട് ഒരു മന്ത്രവാദി ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്റെ പേര് തൽക്കാലം നമുക്ക് കാലഭൈരവൻ എന്ന് പറയാം. അങ്ങനെ ഈ കാലഭൈരവൻ ഇവൻ പൂജിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഗുഹയുടെ ഉള്ളിലേക്ക് ഒരു അപ്പൂപ്പൻ വരുന്നുണ്ട്, തന്റെ പേരക്കുട്ടിയെ തേടിക്കൊണ്ടാണ്. കാലഭൈരവൻ ബലി കൊടുക്കാനായി കൊണ്ടുവന്ന ആ ഒരു പേരക്കുട്ടിയെ ഒരു തൂണിൽ കെട്ടിവെച്ചിരിക്കുകയാണ്. എന്തായാലും അപ്പൂപ്പൻ വന്നപാട് തന്നെ മോനെ പേടിക്കണ്ട, അപ്പൂപ്പൻ എത്തിയില്ലേ, നമുക്ക് ഇനി ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവാം. ഇങ്ങനെ പറയുന്ന സമയത്ത് ഈ കാലഭൈരവൻ ഇവന്റെ കയ്യിൽ എന്തോ ഒരു നീല ബോക്സ് ഉണ്ടായിരുന്നു. അതിൽ ഇറുക്കി പിടിച്ചുകൊണ്ട് കാലഭൈരവൻ എന്തൊക്കെയോ ചില മന്ത്രവാദങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഉള്ളിൽ നിന്ന് പിന്നീട് ഒരു നീല വെളിച്ചം പുറത്തേക്ക് വരുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ അപ്പൂപ്പന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ചരടുണ്ട്, അതിലൊരു മണിയുണ്ട്. ആ മണി പതിയെ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. ഇത് കണ്ടപ്പോ തന്നെ അപ്പൂപ്പന്റെ മുഖത്ത് വല്ലാത്തൊരു ഭയം കയറി വരികയാണ്. എന്തായാലും ഇവിടെ സീൻ കെട്ടാവുകയാണ്. കുറച്ചധികം വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഒരു കാറിന്റെ ഉള്ളിൽ രണ്ട് പയ്യന്മാർ കണ്ടില്ലേ, ഒരുത്തന്റെ പേര് ബോങ്കോ, മറ്റേത് അവന്റെ ആശാനാണ്. തൽക്കാലം നമുക്ക് കാശ്മോര എന്ന് വിളിക്കാം. പേര് കേട്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്താണ് ഇവരുടെ പരിപാടി എന്ന്. ഓരോ വീട്ടിലേക്ക് ചെല്ലുക, അവിടെയുള്ള ആത്മാക്കളെ ഒഴിവാക്കുക. കള്ളന്മാരാണ്, നല്ല പക്കാ ഫ്രോഡാണ്, ഒരു തർക്കമില്ല കാര്യത്തിൽ. എന്തായാലും ഇവരുടെ പണി പറഞ്ഞതുപോലെ തന്നെ ഒരു വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ എന്തോ ബാധ ഉണ്ട് എന്ന് പറഞ്ഞ് സോ അത് ഒഴിപ്പിക്കാൻ വന്നതാണ്. വന്നപ്പോ തന്നെ കാശ്മോര ഉണ്ടല്ലോ, അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ചരട്, അതായത് കഥയുടെ തുടക്കത്തിൽ ഒരു അപ്പൂപ്പന്റെ കയ്യിൽ നമ്മൾ കണ്ടില്ലേ, അതേ സെയിം സാധനം തന്നെയാണ്. ഇതിങ്ങനെ ഉയർത്തി പിടിച്ചു നോക്കാണ്. യാതൊരു വൈബ്രേഷനോ അനക്കവും ഇല്ല. ഇപ്പൊ കാശ്മോര പറയണ ടാ ബോങ്കോ, ഇവിടെ ഒരു കുഴപ്പമില്ല, കുറച്ച് നാടകം കളിക്കുക, എന്തെങ്കിലും പൈസ ഇവരുടെ കയ്യിൽ നിന്ന് മേടിക്കുക, പോവുക. ഈ കാര്യങ്ങളൊക്കെ മുകളിൽ നിന്ന് ഒരു പെൺകുട്ടി കാണുകയാണ്. ഒരു ടീനേജ് വയസ്സുള്ള പെണ്ണാണ്. ഇവരെന്തൊക്കെയോ മോശമായിട്ട് ഇവരോട് സംസാരിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഈ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും പുറത്തേക്ക് വരുന്നുണ്ട്. ഡി ആരോട് ഈ സംസാരിക്കുന്നതെന്ന് അറിയോ? സോറി, ക്ഷമിക്കണം കേട്ടോ, ഇത് തന്നെയാണ് പ്രശ്നം. എന്റെ മോൾ ഈയിടെയായിട്ട് ആരോടാണ് എന്താണ് സംസാരിക്കുന്നതെന്ന് ഒരു ഇതുമില്ല. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് നോക്കിയിട്ട് ഒന്ന് ശരിയാക്കി തരണം പ്ലീസ് പ്ലീസ്. അപ്പൊ കാശ്മോർ ഒന്ന് ചുറ്റും നോക്കിയിട്ട് പറയണം, നിങ്ങൾ ആരും പേടിക്കണ്ട കാശ്മോരെ, ഞാൻ വന്നു കഴിഞ്ഞില്ലേ, ഇനി ഇവിടെ ഏത് കൂടിയ ജാതി ഉണ്ടെങ്കിലും ഞാൻ നോക്കിക്കോളാം. അപ്പൊ വലിയ കാര്യത്തിൽ ചുറ്റും അങ്ങനെ നടക്കുകയാണ്. നോക്കുമ്പോ ആ ഒരു ഗാർഡന്റെ ഒരു ഭാഗത്തായിട്ട് ഒരു പഴയ ശില കാണുന്നുണ്ട്. കണ്ടാൽ തന്നെ മെനകെട്ടൊരു സാധനമാണത്. ഇത് എവിടുന്ന കിട്ടിയെന്ന് ചോദിച്ചപ്പോ ഇപ്പൊ ആ ഒരു വീട്ടുകാർ പറയണ ഇപ്പൊ അടുത്ത് വാങ്ങിയതാണ്. ആ വാങ്ങിയതിന്റെ കൂടെ നിങ്ങൾ ഇത് മാത്രമല്ല ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ഒരു പ്രത്യേകതരം ശാപവും കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ പേടിക്കണ്ട, ഞാൻ വന്നില്ലേ, കാശ്മോർ വന്നില്ലേ, തൽക്കാലം ഒരു പൂജ ചെയ്യണം. നിങ്ങൾ എന്തായാലും ഉള്ളിലേക്ക് പോയിട്ട് അതിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുക. ഇതേ സമയത്ത് തന്നെ കാശ്മോർ നമ്മുടെ ബോങ്കയെ നോക്കി ഒരു കണ്ണ് ഇറുക്കി കാണിക്കുന്നുണ്ട്. അതായത് എന്തോ ഒരു തരികിട ഇവരിവിടെ ഒപ്പിക്കാൻ പോവാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞു, കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഉള്ളിൽ പോയവരൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. എന്തായാലും ഇവിടെ ആ ഒരു പൂജ ആരംഭിക്കാൻ പോവാണ്. കാശ്മോരെയാണ് ഇതിന്റെ നേതൃത്വം കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ക്യാമറയിൽ ഇവർ നന്നായിട്ട് ഷൂട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതായത് ഇവർക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ട്, ഇതിലേക്ക് അപ്ലോഡ് ചെയ്തിട്ട് ഇവരുടെ ബിസിനസ് ഒക്കെ നന്നായിട്ടൊന്ന് വളർത്തിയെടുക്കാനേ. എന്തായാലും പരിപാടി നന്നായിട്ട് പോകുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ ഈ കാശ്മീർ ഉണ്ടല്ലോ, കയ്യിലുണ്ടായിരുന്ന ഒരു കത്തി എടുത്ത് ഈ ശിലയ്ക്ക് നേരെ ഒറ്റ ഏറ് കൊടുക്കണം. കറക്റ്റ് ആയിട്ട് പോയി അതിൽ കുത്തി നിൽക്കുന്നുണ്ട്. മാത്രമല്ല ഒരു പ്രത്യേകതരം കാറ്റ്, പെട്ടെന്നാണ് ആ കാറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഈ ശിലക്കൊരു ഇളക്കം, അതിന്റെ മുന്നിൽ വെച്ച പാത്രത്തിൽ നിന്ന് രക്തം പോലെ എന്തൊക്കെയോ പുറത്തു വരിക. ഇതെല്ലാം കണ്ട സമയത്ത് ആ ഒരു പെൺകുട്ടി അടക്കം ആ ഗന്ധം വിട്ട് നോക്കി നിൽക്കണം. ഇത് വലിയ മന്ത്രവാദി തന്നെയാണ്, ആ ഒരു എന്താ പറയാ വിശ്വാസത്തില്. എന്നാൽ ഇതൊക്കെ ചെയ്യുന്നത് നമ്മുടെ ബോങ്കോ ഉണ്ടല്ലോ, അവന്റെ കയ്യിൽ ഒരു റിമോട്ട് ഉണ്ട്, ഇത് വെച്ച് കൺട്രോൾ ചെയ്ത് ആക്കുന്ന പരിപാടി. അതൊക്കെ നേരത്തെ വീട്ടുകാരുടെ ഉള്ളിലേക്ക് പോയപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് സെറ്റ് ചെയ്ത് വെച്ചാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഇവരുടെ കയ്യിൽ ആ ഒരു റിമോട്ട്, അതുപോലെ തന്നെ ആ ഒരു പ്രതിമയിൽ സെറ്റ് ചെയ്ത സാധനങ്ങൾ, ഇതൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ ഇവരുടെ കാറിൽ വൈഫൈ ഉണ്ട്. ഈ വൈഫൈ വഴിയാണ് ഇവർക്ക് ഇത് കിട്ടുന്നത്. എന്നാൽ ഇവർ കാർ പാർക്ക് ചെയ്തുന്നത് നോർ പാർക്കിംഗ് ഏരിയയിലാണ്. അതിലൂടെ പോയ പോലീസുകാർ ഇവരുടെ കാറും പൊക്കിക്കൊണ്ട് പോവാണ്. ഇപ്പൊ റിമോട്ടും കാര്യങ്ങളൊന്നും വർക്ക് ആവുന്നില്ല. ഇപ്പൊ നമ്മുടെ കാശ്മീർ അവനെ നോക്കുന്നുണ്ട്, എന്താടാ ഒന്നും വർക്ക് ആവുന്നില്ലല്ലോ. ആശനെ കാര്യങ്ങൾ കൈവിട്ടുപോയി. ആ ഒരു ഭാവത്തിൽ ബോങ്കോ നമ്മുടെ കാശ്മീരെ നോക്കുകയാണ്. എന്തായാലും മുട്ടായിപ്പിന്റെ ഉസ്താദല്ലേ, പറഞ്ഞു നിൽക്കുകയാണ്. മാത്രമല്ല ഇനിയത്തെ പൂജ ഉള്ളിൽ മതി എന്ന് പറയണം. എന്തായാലും ഉള്ളിലേക്കും പോയിട്ടും കുറച്ച് ഉടായ്പകൾ കാണിക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ കാശ്മീർ പറയണ എല്ലാ പ്രശ്നങ്ങളും തീർന്നിട്ടുണ്ട്, ഞാൻ വന്നു കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ്, ഒരു പ്രേതം ഭൂതം അവിടെ ഉണ്ടാവില്ല. അങ്ങനെ ചെയ്യാത്ത പണിക്ക് കാശ് മേടിച്ച് ഇവൻ അവിടുന്ന് പോവാണ്. പോകുന്ന വഴിക്ക് ബോങ്ക് ചോദിക്കുന്നുണ്ട്, എന്റെ പൊന്നാശാനെ നിങ്ങളെ കൊണ്ട് എങ്ങനെ ഇതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്നത്? ആ ഒരു ശിലയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരെങ്ങനെ ഇത് വിശ്വസിക്കുക, ഇതൊക്കെ എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായത്? ഇപ്പൊ ബോങ്കോയോട് നമ്മുടെ കാശ്മീർ പറയണേ, എടാ ഇതാണ് ഞാനും നീയും തമ്മിലുള്ള വ്യത്യാസം, ഞാൻ എപ്പോഴും നിന്റെ ആശാനായിരിക്കുന്ന കാരണം ഇത് തന്നെയാണ്
തുടങ്ങിയാണ്. എന്നിട്ടൊരു ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ്. അതായത് ആ ഒരു വീട്ടിലെ പെൺകുട്ടി അവൾ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത ഒരു സെൽഫിയാണത്. ആ സെൽഫിയിൽ ഗാർഡിൽ ആ ഒരു ശിലയില്ലായിരുന്നു. സോ ഒരു വീട്ടിലേക്ക് എത്തുമ്പോൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചിട്ടാണല്ലോ വരിക. എന്തായാലും നമ്മുടെ കാശ്മീർ അങ്ങോട്ടേക്ക് എത്തിയപ്പോൾ ഗാർഡിൽ ആ ഒരു ശില കാണുകയാണ്. എന്നാൽ ഫോട്ടോയിലാണെങ്കിൽ ആ ഒരു ശിലയില്ല. അപ്പൊ ഈ അടുത്ത് എപ്പോഴോ മേടിച്ചൊരു ശിലയാണത്. എന്നാൽ ഈ മേടിച്ച സാധനം അവർ വീട്ടിൽ കൊണ്ടുവെക്കാതെ പുറത്തിങ്ങനെ വെക്കണമെങ്കിൽ ആരും ഒരാൾക്ക് അത് ഇഷ്ടമായിട്ടില്ല. ഒന്നില്ലെങ്കിൽ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന്. അപ്പൊ ആർക്കെങ്കിലും ഇഷ്ടമില്ലാത്ത ഒരു കാര്യത്തിന്റെ മേലെ ഇതുപോലെ ഒരു കൂടോത്രണ്ട് അല്ലെങ്കിൽ ശാപുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് അവരങ്ങോട്ട് വിശ്വസിച്ചോളും. ഇതൊക്കെ ഒരു സൈക്കോളജിയാണോ ഇതും പറഞ്ഞ് ഇവരുടെ ആ ഒരു വീട്ടിലേക്ക് എത്താണ്. അവിടെ തന്നെ നമ്മുടെ കാശ്മീരിയുടെ അങ്കിൾ ഉണ്ടായിരുന്നു. ഇവർ ചെയ്യുന്ന ഉടായ്പ പരിപാടിയിലൊന്നും മൂപ്പർക്ക് ഒട്ടും താല്പര്യമില്ല കേട്ടോ. അപ്പൊ മൂപ്പർ ഇങ്ങനെ പറയുന്നുണ്ട്, ഏട്ടാ നിന്റെ അപ്പൂപ്പനൊക്കെ എത്ര നല്ല മന്ത്രവാദിയായിരുന്നു, എത്ര പേര് കേട്ട കുടുംബം നമ്മുടെ, എന്നിട്ട് നീ എന്താണ് ഇങ്ങനെ ഉടായ്പായിട്ട് നടക്കുന്നത്. ഇതേ സമയത്ത് തന്നെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കാശ്മീരിയുടെ മുഖം ഒന്നും മാറുന്നുണ്ട്. എന്തായാലും രാത്രിയായി. ഇവരുടെ ഓഫീസിലേക്ക് ഒരു പെൺകുട്ടി വരികയാണ്. ജീസോ, അതാണ് അവളുടെ പേര്. എന്തോ ഒരു കേസുമായിട്ട് വന്നാണ്. എന്നാൽ അവളുടെ കോലം കണ്ടപ്പോൾ തന്നെ കാശ്മീർ പറയാണ്, ബോങ്കോ എങ്ങനെയെങ്കിലും ഒഴിവാക്കിയോ, കണ്ടിട്ട് 10 പൈസ കയ്യിലില്ലാത്ത ടീമായിട്ടാ തോന്നുന്നത്. ബോങ്കോ ഇപ്പൊ ഒഴിവാക്കാൻ നോക്കി. എന്നാൽ പുറത്തേക്ക് പോയ ജീസോ ആ ഒരു പെൺകുട്ടി കുറച്ച് കാശ് അത് ഒരു കവറിലിട്ടിട്ടാ വരുന്നത്. ഇവരുടെ ടേബിളിന്റെ മേലേക്ക് കൊട്ടുകയാണ്. ഇത് വെറും ഒരു സാമ്പിളാണ്, പറഞ്ഞ പണി തീർക്കുകയാണെങ്കിൽ ബാക്കി കാശ് തരും. പെട്ടെന്ന് തന്നെ നമ്മുടെ കാശ്മീർ എണീച്ചിരിക്കുകയാണ്. മേഡം പറഞ്ഞു എന്ത് ജോലിയാ ചെയ്യേണ്ടത്. എന്തായാലും ഈ പറഞ്ഞതുപോലെ ജീസോയുടെ നാട്ടിലേക്ക് ഇവര് പോവാണ്. കാശ് കിട്ടുമല്ലോ. കാശ് കിട്ടുമെന്ന് പറഞ്ഞാൽ എന്ത് നരകത്തിലേക്ക് പോകാനും കാശ്മീരെയും കൂട്ടുകാരനായിട്ടുള്ള ബോങ്കോയും തയ്യാറാണ്. എന്നാൽ ഈ പോകുന്ന നരകത്തെ കുറിച്ച് ഇവർക്ക് ഒരു ധാരണയില്ലായിരുന്നു. കാരണം ആ ഗ്രാമം അത്ര നിസാരമായിരുന്നില്ല. അവിടെയാണ് ആരുള്ളത്, കാലഭൈരവൻ. എന്തായാലും കാർ അങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്ത് ജീസോ നടു റോഡിലായിട്ട് ഒരു സ്ത്രീ നിൽക്കുന്നത് കാണുകയാണ്. അവൾ പെട്ടെന്ന് തന്നെ വെട്ടിച്ചെടുത്തു. എന്നാൽ ഇതേ സമയത്ത് തന്നെ ബേക്കിലുണ്ടായിരുന്ന ബോങ്ക വിചാരിക്കുകയാണ്, അല്ല ഇവർ ഈ നടു റോഡ് എന്താ വണ്ടി ഇങ്ങനെ ഒടിച്ചൊടിച്ച് കളിക്കുന്നത്. അതായത് അവിടെ ഒരു സ്ത്രീ നിൽക്കുന്ന കാര്യം ഈ ജീസോ മാത്രമേ കാണുന്നുള്ളൂ. ഇവർക്കത് കാണാൻ കഴിയുന്നില്ല. ഇവിടെ തന്നെ ഒരു കാര്യം മനസ്സിലാക്കാം, ജീസോയ്ക്ക് എന്തോ ഒരു കഴിവുണ്ട്. എന്തായാലും ജീസോയുടെ പിറകാലെ ചെന്ന് ഇവരെത്തുന്നത് ജീസോയുടെ ഗ്രാമത്തിലേക്കാണ്. എത്തിയ സമയത്ത് തന്നെ കണ്ടാൽ തന്നെ അറിയാം, ഒരു മെനകെട്ട ഗ്രാമമാണ്. അവിടുത്തെ ആൾക്കാർ എല്ലാത്തിന്റെയും മുഖത്ത് ഒരുമാതിരി ഒരു രൂക്ഷഭാവം. ഒരുത്തന്റെ മുഖത്ത് ഒരു ചിരിയുമില്ല, ഒരു സന്തോഷമില്ലാത്ത ഒരുമാതിരി ഉള്ളിൽ ഒരു പേടി തോന്നിപ്പിക്കുന്ന ഗ്രാമം. എന്തായാലും ബോങ്കോയ്ക്ക് ഇങ്ങോട്ട് എത്തിയ സമയത്ത് തന്നെ ഇത് ആവശ്യമുണ്ടോ എന്നിങ്ങനെ മനസ്സിൽ തോന്നുകയാണ്, തിരിച്ചു പോയാലെന്നൊക്കെ. എന്നാൽ നമ്മുടെ കാശ്മീരുടെ ഈ കാര്യമൊന്നും പറയുന്നില്ല. എന്തായാലും ജീസോയുടെ വീട്ടിലേക്ക് ഇവരെത്തുകയാണ്. ജീസോയ്ക്ക് അച്ഛനും ഇല്ല അമ്മയും ഇല്ല, രണ്ടുപേരും മരിച്ചു പോയിട്ടുണ്ട്. ആകെയുള്ളത് ഒരു സിസ്റ്റർ മാത്രമാണ്. അവൾക്കാണ് ഇതുപോലെയുള്ള ഒരു പ്രശ്നം, ഒരു ബാധ പോലെ എന്തോന്ന് വന്നത്. അവളെയാണെങ്കിൽ കെട്ടിയിട്ട് ഒരു ചെയറിലാക്കിയിട്ട് ഒരു ഷെൽഫിന്റെ ഉള്ളിലാണ് പൂട്ടി വെച്ചിരിക്കുന്നത്. അപ്പൊ ആ ഒരു ഷെൽഫ് തുറന്ന് പുറത്തേക്ക് എടുക്കുമ്പോൾ ഈ ജീസോയുടെ അനിയത്തി ഉണ്ടല്ലോ, ഭയങ്കര പാവമായിട്ട്, ചേച്ചി എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്, എനിക്ക് വല്ലാതെ പേടിയാവുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് നമ്മുടെ ബോങ്കോ കാശ്മീർ നോക്കിയിട്ട് പറയണേ, എടോ നമുക്ക് ഈ ഒരു പരിപാടി വേണം, എനിക്ക് വലിയ പന്തിയായിട്ട് തോന്നില്ലല്ലോ, ഈ നാട്ടിലത്തെ ആൾക്കാരും അതുപോലെ തന്നെ ഈ ഒരു ജീസോയും, നമുക്ക് കാശൊന്നും വേണ്ട, ഇപ്പൊ തന്നെ തിരിച്ചു പോവാം, പണി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമ്മൾ ഫ്രോഡാണെന്ന് നമുക്ക് തന്നെ നന്നായിട്ട് അറിയാലോ. ഇതേ സമയത്ത് കാശ്മീർ പറയണത്, എടാ നിനക്കൊരു കാര്യം അറിയോ, എന്റെ കയ്യിലുള്ള ഈ മണി കെട്ടി വെച്ചിരിക്കുന്നത് എന്തിനാ അറിയോ, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇത് ചെറുങ്ങനെ വൈബ്രേറ്റ് ചെയ്യും, അങ്ങനെ ഒന്നുമില്ല, നീ ഒരു കാര്യം ചെയ്യേ, ഒരു പ്രശ്നമില്ലാതെ ഇവിടുന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ആവശ്യത്തിന് പണവും മേടിച്ച് നമുക്ക് ഇവിടുന്ന് പോവാം, വെറുതെ എന്തിനാണ് ഉള്ള കാശ് കളയാൻ നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ആ ഒരു കാര്യങ്ങളൊക്കെ നീ നന്നായിട്ട് ഷൂട്ട് ചെയ്തെടുക്കണേ, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നല്ല വ്യൂസ് ഉണ്ടാക്കാം. ഓക്കെ, വലിയ താല്പര്യമൊന്നും ഇല്ലാതെ ബോങ്കോ സമ്മതിക്കാണ്. ഉള്ളിലേക്ക് വന്നിട്ട് ഫേക്ക് ആയിട്ടുള്ള കുറച്ച് ചടങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ കാശ്മീര ജീസോ ഉണ്ടല്ലോ, അവളുടെ സിസ്റ്ററിന്റെ അടുത്തേക്ക് ചെന്നിട്ട് ഓരോ ചടങ്ങുകൾ ചെയ്യുമ്പോൾ അവളുടെ മുഖത്ത് വല്ലാത്തൊരു പേടി. ഇതേ സമയത്ത് തന്നെ കാശ്മീർ പറയണ, എന്റെ മോളെ നീ എന്തിനാ പേടിക്കുന്നത്, ഇവിടെ ഒരു കുഴപ്പമില്ല, ചുമ്മാ നിന്റെ ചേച്ചി നമുക്കൊന്ന് പറ്റിച്ചളയാം, എന്തായാലും നിനക്കൊരു പ്രശ്നമില്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ദാ ഈ കാണുന്ന ചെയിന് കണ്ടോ, ഇതിൽ ഈ മണി കണ്ടോ, എന്തെങ്കിലും പ്രശ്നമെങ്കിൽ ഇത് ചെറുതായിട്ട് വൈബ്രേറ്റ് ചെയ്യും, മോൾ ഒന്നുകൊണ്ട് പേടിക്കേണ്ട കേട്ടോ, സംഭവം ഇപ്പൊ തീർത്തരാം എന്ന് പറഞ്ഞു തീർന്നില്ല. പതിയെ പതിയെ ആ ഒരു മണി വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. ഇപ്പൊ നമ്മുടെ കാശ്മീരയുടെ മുഖത്തെ ചിരി പോകുന്നുണ്ട്, പതിയെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. ബോങ്കോ നമ്മൾ പെട്ടുട്ടോ. അതുപോലെ തന്നെ ഈ പെൺകുട്ടി വല്ലാതെ വയലന്റ് ആവാൻ തുടങ്ങുകയാണ്. അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു കെട്ടും കാര്യങ്ങളൊക്കെ പൊട്ടിക്കുകയാണ്. ഉറപ്പാണ് ഇവളുടെ ഉള്ളിൽ ഒരു ആത്മാവുണ്ട്. ഇതേ സമയത്ത് തന്നെ കാശ്മീര ഇതുവരെയായിട്ടും പുറത്തെടുക്കാത്ത എന്തോ ഒരു വാള് പോലുള്ള സാധനം പുറത്തേക്ക് എടുക്കുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും ജീസോയുടെ അനിയത്തി ഒരൊറ്റ തട്ടുകൊടുക്കുകയാണ്. നമ്മുടെ കാശ്മീര തെറിച്ചു പോയി വീഴുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ജീസോയുടെ കണ്ണുകളിലൂടെ നമ്മളെ കാണിക്കുകയാണ് എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന്. അതായത് ജീസോയുടെ അനിയത്തിയുടെ ഉള്ളിൽ എന്തോ ഒന്നുണ്ട്, അത് അവളുടെ കണ്ണ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. മാത്രമല്ല അവളുടെ ഉള്ളിൽ നിന്നും നീല കളറിൽ എന്തോ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഇത് കറക്റ്റ് ആയിട്ട് ജീസോയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം അവൾക്ക് ആത്മാവിനെ കാണാനുള്ള ഒരു ശക്തിയുണ്ട്. ഇപ്പൊ ആ ഒരു ആത്മാവ് അവിടെ വന്നു നിൽക്കുകയാണ്. ആ ആത്മാവ് മറ്റേതുമല്ല, കാലഭൈരവൻ. കഥയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ട ആ ഒരു ദുർമന്ത്രവാദി ഉണ്ടല്ലോ, അവൻ തന്നെ. എന്തായാലും ആ ഒരു ആത്മാവ് ഇപ്പൊ എവിടെയാ നിൽക്കുന്നതെന്ന് നമ്മുടെ ജീസോയ്ക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ. ദാ അത് ഇവിടെ ഉണ്ടെന്ന് ഇപ്പോ കാശ്മീരോട് ഇവള് പറയുന്ന സമയത്ത് കാശ്മീരുടെ കയ്യിൽ ഒരു കത്തി ഉണ്ടായിരുന്നില്ലേ, എന്നാൽ ആ കത്തിയുടെ പകുതി മാത്രമേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് വന്നിട്ട് ഈ പറഞ്ഞ സ്ഥലത്തേക്ക് വായുവിലേക്ക് വെറുതെ വീശുകയാണ്. എന്നാൽ അവിടെ പെട്ടെന്ന് എന്തോ ഒന്ന് സംഭവിക്കുന്നുണ്ട്. അതായത് ഈ ആത്മാവ് ഇവിടെ നിന്നും നേരെ എവിടുന്നാണോ വന്നത് അങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു പോവാണ്. അതായത് കാലഭൈരവൻ നമ്മുടെ കഥയുടെ ആരംഭത്തിൽ കണ്ട അതേ ഗുഹയിൽ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. ഇയാളുടെ കയ്യിൽ ഒരു പെട്ടി ഉണ്ടായിരുന്നു. ആ ഒരു പെട്ടി പെട്ടെന്ന് തകർന്ന് താഴേക്ക് വീഴുന്നുണ്ട്. അതായത് ആത്മാവിനെ ഈ രീതിയിൽ ആക്രമിച്ചത് കൊണ്ടാണ് കയ്യിലുണ്ടായിരുന്ന പെട്ടി ഒരു മാജിക്കൽ ബോക്സ് ആണ്, അത് തകർന്ന് താഴേക്ക് വീഴുന്നത്. ഇത് വീണപ്പോൾ ഇതിന്റെ ഉള്ളിലായിട്ട് ഒരു വിരലിന്റെ കഷ്ണം കാണുന്നുണ്ട്. അതുപോലെ തന്നെ കാലഭൈരവന്റെ ചുറ്റും ഇയാളുടെ ശിഷ്യന്മാരുണ്ട് കേട്ടോ. ഇപ്പൊ ചെറിയ
ചെറിയൊരു ചിരിയോട് കൂടിയിട്ട്, ഒരു കൊലച്ചിരിയോട് കൂടിയിട്ട് കാലഭൈരവൻ പറയാണ്, ഇത്രയും നാളും ഞാൻ തേടിക്കൊണ്ടിരുന്ന കാര്യം അതിനെ ഞാൻ കണ്ടെത്തിയെന്ന്. അത് തന്നെ, കാലഭൈരവൻ നമ്മുടെ ജീസോയെ തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തിനായിരിക്കും അവളെ തേടിക്കൊണ്ടിരിക്കുന്നത്? ഇവർ ഈ ഗ്രാമത്തിലേക്ക് വരുന്ന സമയത്ത് ഒരു സന്തോഷമില്ലാത്ത ഒരു പ്രത്യേകതരം ജനങ്ങളെയാണല്ലോ ഇവിടെ കണ്ടത്. അതിന് കാരണം ഇത് തന്നെയാണ്. ഈ ഒരു കാലഭൈരവൻ ഇവൻ ആവശ്യമായിട്ടുള്ള കാര്യം തേടി തേടി നടന്ന് ഈ ഗ്രാമത്തിലെ ഒരുപാട് പേരെ ഇങ്ങനെ കൊന്നു കളഞ്ഞിട്ടുണ്ട്. സോ ഈ ഗ്രാമത്തിലെ എല്ലാ ആൾക്കാരുടെയും സന്തോഷത്തെ കാലഭൈരവൻ എടുത്തിരിക്കുകയാണ്. എന്തായാലും അടുത്ത സീനിൽ ബോങ്കോ ഈ നാട് വിട്ട് നേരെ ഇവരുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ അങ്കിളുണ്ട്. അങ്കിളിനോട് കാര്യമൊക്കെ പറയണം. അങ്കിളെ, ഇതുപോലെ നമ്മുടെ കാശ്മീർ അവിടെ തന്നെ നിന്നിട്ടുണ്ട്. അങ്കിളിനോട് ഒരു കാര്യം പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതായത് അവന്റെ കയ്യിലുണ്ടായിരുന്ന ബെല്ല് ഇതുപോലെ വൈബ്രേറ്റ് ആയിട്ടുണ്ട്. നീ എന്തൊക്കെയാ പറയുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ല. വീഡിയോ കാണിച്ചു കൊടുക്കാണ്. അതായത് അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും കാര്യം മനസ്സിലായ അങ്കിള് പെട്ടെന്ന് തന്നെ നമ്മുടെ കാശ്മീരെ വിളിക്കാണ്. കാശ്മീര ഫോണിൽ അവൻ സംസാരിക്കാണ് കേട്ടോ. കാശ്മീർ, എനിക്ക് നന്നായിട്ട് അറിയാം നീ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. ഒന്നും ചെയ്യേണ്ട, മര്യാദക്ക് തിരിച്ചു വന്നെന്ന് പറയണേ. ഇപ്പൊ കാശ്മീർ പറയണ്, അങ്കിളെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ, ഞാൻ തിരിച്ചു വരില്ല. ഞാൻ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് തീർത്തിട്ടല്ലാതെ. അങ്കിള് ദയവ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വരണം. എനിക്ക് അങ്ങളുടെ ഹെൽപ്പ് ആവശ്യമുണ്ട്. ഒന്നും നോക്കിയില്ല, പെട്ടിയും കിടക്കെടുത്ത് അങ്കിള് പോവാണ്. പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു ഡ്രം, ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ബോങ്ക് ചോദിക്കുന്നുണ്ട്, അല്ല അങ്കിളെ, എന്തിനാണ് ഈ ഒരു ഡ്രം മാത്രം? എന്താ ശരിക്കും ഇവിടെ നടക്കുന്നത്? അപ്പൊ ഈ അങ്കിള് ഒരു കഥ പറയാണ്. അതായത് ഈ കാശ്മീര, അവന്റെ ബന്ധുക്കള്, ഇവരെല്ലാം ജീവിച്ചിരുന്ന ആ ഒരു നാട്, അതായത് ഈ അങ്കിളുടെ നാട് തന്നെ, അവിടെ തന്നെ വലിയൊരു മരം ഉണ്ടായിരുന്നു. ആ നാട്ടിലെ കുലദൈവമായിരുന്നു ആ ഒരു മരത്തിലുണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു ദൈവത്തിന്റെ അടുത്തേക്ക് പോകാനും പൂജിക്കാനും കഴിയുന്ന ഒരു പ്രത്യേകതരം മന്ത്രവാദിയാണ് ലോർഡ് വിസാർഡ് എന്ന് പറയുന്നത്. അത് മറ്റാരുമല്ല, നമ്മുടെ ഈ കാശ്മീരയുടെ മുത്തശ്ശൻ തന്നെയായിരുന്നു. ഒരുപാട് ശക്തികളുള്ള ഒരു എന്താ പറയാ, ഒരു ഭയങ്കരമായിട്ടുള്ള നല്ലവനായിട്ടുള്ള മന്ത്രവാദിയായിരുന്നു ഈ ലോർഡ് വിസാർഡ്, അതായത് നമ്മുടെ കാശ്മീരയുടെ അപ്പൂപ്പൻ. കഥയുടെ ആരംഭത്തിൽ തന്റെ പേരക്കുട്ടിയെ രക്ഷിക്കാനായിട്ട് ഒരു ഗുഹയിലേക്ക് ഒരു അപ്പൂപ്പൻ പോയില്ലേ, അത് തന്നെയാണ് ലോർഡ് വിസാർഡ്. പക്ഷെ അന്ന് രക്ഷിക്കാൻ പോയത് നമ്മുടെ ഈ കാശ്മീരി ആയിരുന്നില്ല, അവന്റെ അനിയനെ ആയിരുന്നു. സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് രണ്ടുപേരാണ്, അനിയനും ഉണ്ട് കാശ്മീരിയും ഉണ്ട്. എന്നാൽ കാശ്മീരൊക്കെയാണ് അപ്പൂപ്പന്റെ ആ ഒരു കഴിവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത്. എന്നാൽ അവൻ ഇങ്ങനെയുള്ള വിച്ച്, മന്ത്രവാദം, ഈ പരിപാടിയൊന്നും യാതൊരു താല്പര്യമില്ലായിരുന്നു. എന്നാൽ അവന്റെ അനിയനാണെങ്കിൽ ഇങ്ങനെയുള്ള കഴിവൊന്നും ജന്മസിദ്ധമായിട്ട് കിട്ടിയിട്ടേ ഇല്ല. സോ അവൻ ചെയ്യുന്ന ഓരോ കാര്യത്തിന്റെ ക്രെഡിറ്റും നേരെ അനിയൻ ഇട്ട് കൊടുക്കും. അതുപോലെ തന്നെ അവന്റെ അപ്പൂപ്പൻ ഈ ലോർഡ് വിസാർഡിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവൻ അടുത്ത മന്ത്രവാദി ആക്കണമെന്ന്. എനിക്ക് ഇതിൽ താല്പര്യമൊന്നുമില്ല. എന്തായാലും ഇങ്ങനെ ഇരിക്കുക ആ ഒരു സമയത്ത്, അതായത് തന്റെ അനിയനെ ആ ഒരു മന്ത്രവാദി ആക്കാൻ നിൽക്കുന്ന സമയത്താണ് അവനെ കാണാതായത്. അവനെ തേടിക്കൊണ്ട് പല കാര്യങ്ങളും ലോർഡ് വിസാർഡ് ചെയ്തു. അങ്ങനെ ഇരിക്കെ നിന്റെ അനിയൻ കിടന്നുറങ്ങിയ ആ ഒരു ബെഡിന്റെ തലയാണിയുടെ ഉള്ളിൽ വെച്ചിട്ട് ഒരു പേപ്പർ, മന്ത്രവാദങ്ങൾ എഴുതിയ ഒരു പേപ്പറിന്റെ കഷ്ണം കിട്ടുകയാണ്. പിന്നീട് അവനെ കണ്ടുപിടിക്കാനായിട്ട് പലതരം പൂജകളും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. ആ പൂജയിൽ ഞാനും ഉണ്ടായിരുന്നു. ഇടുത്ത ഡ്രം ഉണ്ടല്ലോ, ഇതടിച്ചുകൊണ്ട് തന്നെ. ഇപ്പൊ ഈ ലോർഡ് വിസാർഡിന്റെ കയ്യിൽ, കാശ്മീരയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു കത്തി, അതേ കത്തി ഉണ്ടായിരുന്നു. എന്നാൽ അതിന്റെ ആ ഒരു പകുതി ഭാഗം മാത്രമല്ല, പൂർണ്ണമായിട്ടുള്ള ആ ഒരു കത്തിയാണ്. പൂജയ്ക്കിടയിൽ എന്തോന്ന് ചെയ്യാൻ നിൽക്കുമ്പോൾ ആ ഒരു പൂജയെ പൂർണ്ണമാക്കാൻ വേണ്ടിയിട്ട് ലോർഡ് വിസാർഡിന് കഴിഞ്ഞില്ല. അതായത് കാശ്മീരയുടെ അപ്പൂപ്പന് എന്തോ ഒരു തടസ്സം അതിൽ നേരിട്ടു. മിക്കവാറും അതിന് കാരണം കാലഭൈരവൻ തന്നെയായിരിക്കും. അദ്ദേഹം പെട്ടെന്ന് തന്നെ ആ ഒരു പൂജയെ നിർത്തി പേരക്കുട്ടിയെ തേടിക്കൊണ്ട് ആ ഒരു ഗുഹയിലേക്ക് ചെന്നു. ഇത് പറഞ്ഞിട്ട് ഇപ്പൊ ഈ അങ്കിള് നിർത്തുകയാണ്. അപ്പൊ ബോങ്ക് ചോദിക്കണം, അല്ല ഇതിനുശേഷം എന്താ നടന്നത്? അങ്കിള് പറയണം, എന്ത് നടക്കാൻ, പിറ്റേ ദിവസം രാവിലെ ആയപ്പോ അവിടെ ഉണ്ടായിരുന്ന ഒരു തോട്ടത്തിൽ മരണപ്പെട്ട അവസ്ഥയിൽ കിടക്കുന്ന ഗ്രാൻഡ് വിസാർഡിനെയും അതുപോലെ തന്നെ നമ്മുടെ കാശ്മീരയുടെ അനിയനെയും കണ്ടത്. മാത്രമല്ല പൊട്ടിക്കിടക്കുന്ന, പാതി കിടക്കുന്ന ആ ഒരു കത്തിയുടെ കഷ്ണം. എന്തായാലും ആകെ അവശേഷിച്ചത് കാശ്മീര് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അവനെയും കൂട്ടി നാട് വിട്ടു. അവന്റെ പേര് മാറ്റി, എന്റെയും പേര് മാറ്റി, ഫുള്ളായിട്ട് ആ ഒരു അഡ്രസ്സ് തന്നെ മാറ്റിയിട്ട് മറ്റൊരു ലൈഫാണ് ഞങ്ങൾ തുടങ്ങിയത്. എന്നാൽ ഇവന്റെ ഉള്ളില്, കാശ്മീരുടെ ഉള്ളില് ഒരു വെറി ഉണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും അവന്റെ അനിയനെയും അതുപോലെ തന്നെ മുത്തശ്ശനെയും കൊന്ന ആ ഒരു മന്ത്രവാദിയെ കണ്ടുപിടിക്കണം, ഇല്ലാതാക്കണമെന്ന്. അതുകൊണ്ടാണ് ഇതേ ഫീൽഡ് തന്നെ അവൻ സെലക്ട് ചെയ്തതും പല തട്ടിപ്പുകളുമായിട്ട് ഇതിന്റെ പിന്നാലെ നടന്നതും പല കാര്യങ്ങൾ അവൻ സ്വയം കണ്ടുപിടിച്ചതും. ഇപ്പൊ ആ ഒരു ഗ്രാമത്തിൽ വെച്ച് അവൻ എന്തോ ഒന്നിനെ കണ്ടിട്ടുണ്ട്. മിക്കവാറും അവൻ തേടി നടന്ന എന്തോ ഒന്നിനെ തന്നെ. അതുകൊണ്ട് ഇനി ഞാനല്ല, ആര് വിളിച്ചാലും അവൻ തിരിച്ചു വരാൻ പോകുന്നില്ല, അത് ഉറപ്പാണ്. അവന്റെ അനിയനെ കാലഭൈരവൻ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ടാവുക തീർച്ചയായിട്ടും അവന്റെ അനിയന് വേണ്ടിയിട്ടായിരിക്കില്ല, ഈ ലോർഡ് വിസാർഡിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. പൂർണ്ണമായിട്ടുള്ള ഒരു അടിപൊളി സ്കെച്ച് ആയിരുന്നു അത്. അതിൽ അവർ പെട്ടുപോയി. ഇനി എന്തൊക്കെയാ നടക്കാൻ പോകുന്നതിനെ കുറിച്ച് എനിക്കൊരു പിടുത്തവുമില്ല. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ജീസോയെ കാണിക്കുകയാണ്. ഇവരുടെ വീട്ടിൽ ഇതുപോലെ പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ എടുത്ത് ഇവരുടെ ഒരു അയൽവാസി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. കണ്ടാൽ തന്നെ നല്ല ഹൈറ്റും വെയിറ്റുള്ള ഒരാളാണ്. ഫുഡ് കൊടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ജീസോ ഇയാളെ കണ്ട് ആകെ പേടിച്ചു പോവാണ്. കാരണം എന്താണ്, ഈ മനുഷ്യന്റെ ഉള്ളിലേക്ക് കാലഭൈരവന്റെ ആത്മാവെന്ന് കയറിയിട്ടുണ്ട്. അവളുടെ കണ്ണുകളിലൂടെ ആ ഒരു കാര്യം നമ്മളെ കാണിക്കുന്നുണ്ട്. ഇപ്പൊ അങ്ങോട്ടേക്ക് വന്നിട്ട് അവളുടെ കഴുത്തിന് പിടിച്ച് അവളുടെ കണ്ണുകൾ പറിച്ചെടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് ആര്, ഈ കാലഭൈരവന്റെ ആത്മാവ്. പെട്ടെന്ന് ഭയങ്കര ശരീരമുള്ള ഈ അൽവാസി ഉണ്ടായിരുന്നു, ഇയാളുടെ തലയ്ക്ക് എന്തോ ഒന്ന് വെച്ച് അടി കിട്ടുകയാണ്. നോക്കുമ്പോ എന്താ, നമ്മുടെ ഹീറോ കാശ്മീർ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു പാതി മുറിഞ്ഞ കത്തി വെച്ചാണ് ഇതുപോലെ ഒരു കൊട്ടു കൊടുത്തത്. സ്പോട്ടിൽ തന്നെ അയൽവാസിയായിട്ടുള്ള മനുഷ്യനുണ്ടല്ലോ, ഇയാളുടെ ശരീരത്തിൽ നിന്നും ആ ഒരു ആത്മാവ് നേരെ ജീസോയുടെ അനിയത്തിയുടെ ഉള്ളിലേക്ക് കയറുകയാണ്. മാത്രമല്ല അവള് വേഗം തന്നെ ആ വീട്ടിൽ നിന്നും ജനലിലൂടെ പുറത്തേക്ക് ഇറങ്ങി ഓടുന്നുണ്ട്. പിറകാലം തന്നെ നമ്മുടെ ജീസോ ഓടുന്നുണ്ട്, മോളെ നിൽക്കുന്നു പറഞ്ഞിട്ട്. എന്നാൽ നമ്മുടെ കാശ്മീർ നേരെ ചെല്ലുന്നത് ജീസോയുടെ അനിയത്തി കിടന്നുറങ്ങുന്ന ആ ഒരു കട്ടിലുണ്ടല്ലോ, അവിടെ ഉണ്ടായിരുന്ന ബെഡിലേക്കാണ്. അവിടെ ഉണ്ടായിരുന്ന തലക്കാണി കയറി പൊളിച്ചു നോക്കുമ്പോൾ ഇതിന്റെ ഉള്ളിലും ഒരു പേപ്പറിൽ എന്തൊക്കെയോ ചില മന്ത്രവാക്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. സോ ഇത് വെച്ചാണ് അവളെ വശീകരിക്കുന്നത്. എന്തായാലും പിന്നീട് കാശ്മീരും പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ്. നോക്കുമ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ ജീസോയുടെ അനിയത്തിയുടെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഒരു സ്ഥലത്ത് വെച്ചിട്ട് ജീസോയുടെ അനിയത്തി നിൽക്കുകയാണ്. മാത്രമല്ല ഈ കാലഭൈരവന്റെ ആൾക്കാർ കാറിൽ അവിടെ വന്നു
നിൽക്കുന്നുണ്ട്. എന്തായാലും അവിടെ നിന്നിട്ടുള്ള ഈ ജീസോയുടെ അനിയത്തി ഉണ്ടല്ലോ ഒരുമാതിരി ഒരു കോലത്തിൽ നമ്മുടെ ഈ കാശ്മീരെ നോക്കുകയാണ്. അവനെയല്ല, അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു കത്തിയെ, അതായത് നോക്കുന്നത് ജീസോയുടെ അനിയത്തിയല്ല, അവളുടെ ഉള്ളിലുള്ള കാലഭൈരവന്റെ ആ ആത്മാവാണ്. ഇപ്പൊ ആ ഒരു ഗുഹയിലിരിക്കുന്ന കാലഭൈരവൻ വല്ലാത്തൊരു രീതിയിൽ ചിരിക്കുന്നുണ്ട് കേട്ടോ. അതും നമ്മുടെ കാശ്മീരെ നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ ജീസോയുടെ അനിയത്തി ആ ഒരു കാറിലേക്ക് കയറുകയാണ്. ഇതിനുശേഷം ആ ഒരു കാറിൽ വെച്ച് അനിയത്തി ബോധം കെട്ട് താഴെ വീഴുന്നുണ്ട്. മാത്രമല്ല അവളുടെ ഉള്ളിലുണ്ടായിരുന്ന ഈ കാലഭൈരവന്റെ ആത്മാവ് ആ നാട്ടിലെ തന്നെ മറ്റൊരാളുടെ ദേഹത്ത് ചെന്ന് കയറുകയാണ്. എന്തിന്? നമ്മുടെ കാശ്മീരെ കൊന്നു തള്ളാൻ വേണ്ടിയിട്ട്. എന്തായാലും ആ ഗ്രാമത്തിലുള്ള മറ്റൊരാളുടെ ഉള്ളിലേക്ക് കാലഭൈരവന്റെ ആത്മാവ് വന്ന് കയറിയില്ലേ, ഭയങ്കര വെറി പിടിച്ചിട്ട് ഈ മനുഷ്യൻ കാശ്മീരെ കൊല്ലാൻ വേണ്ടി വരികയാണ്. എന്നാൽ അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു മാന്ത്രിക കത്തി അതിന്റെ പകുതിയേ ഉള്ളൂ. ഇത് വെച്ച് ഇയാളൊന്ന് തൊട്ടാൽ മാത്രം മതി. നന്നായിട്ടൊന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ കാലഭൈരവന്റെ ആത്മാവിന് പിന്നെ ആ ഒരു ശരീരത്തിൽ നിൽക്കാൻ കഴിയില്ല. എന്തായാലും ഇമാതിരി ഒരു അടി കൊടുക്കുമ്പോൾ ആ ഒരു ഗുഹയിലിരിക്കുന്ന ശരിക്കുള്ള കാലഭൈരവൻ ഇവന്റെ കയ്യിലൊരു മാജിക്കൽ ബോക്സ് ഉണ്ട്, ഒരു മന്ത്രവാദം ചെയ്ത ബോക്സ് ആണ്. ഇത് താഴെ വീണ് പൊട്ടിപ്പോകും. അതായത് അവന്റെ ആത്മാവിന് ആ ഒരു പെട്ടി കയ്യിലുണ്ടെങ്കിൽ മാത്രമേ മറ്റൊരു ശരീരത്തിലേക്ക് കയറാൻ കഴിയുള്ളൂ. ഒന്ന് തകർന്ന അടുത്തത് എടുക്കുന്ന പറയാണ്. ഇതുപോലെ ഒരുപാട് മന്ത്രവാദം ചെയ്ത പെട്ടികൾ ഇവന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ ആ നാട്ടിലുള്ള പല ആൾക്കാരുടെ ദേഹത്തേക്കും കാലഭൈരവൻ ഈ ഒരു കോലത്തിൽ അങ്ങനെ കയറി നമ്മുടെ ഈ ഒരു കാശ്മീരെയും അതുപോലെ തന്നെ ജീസോയും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ കയ്യിലുണ്ടായിരുന്ന ആ ഒരു കത്തി ഉപയോഗിച്ചിട്ട് പരമാവധി തന്നെ കാശ്മീരോ ഓരോന്നിനെയും തടുക്കുന്നുണ്ട്. ഇതേ സമയത്താണ് അങ്ങോട്ടേക്ക് കാറിൽ ആര് വരുന്നത്? നമ്മുടെ അങ്കിള്. ഇപ്പൊ തൽക്കാലത്തേക്ക് പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പൊ നമ്മുടെ കാശ്മീരെ കണ്ട സമയത്ത് അങ്കിള് വിളിക്കാണ്, മോനെ നീ ഒന്നും ഇങ്ങോട്ട് വന്നേ, എനിക്കൊരു കാര്യം പറയാണ്ട്. എടാ നമുക്ക് ഈ കാര്യമൊക്കെ വേണം, ഇതെല്ലാം ഉപേക്ഷിച്ച് നീ വാ നമുക്ക് പോവാന്ന് പറയുമ്പോൾ ഇപ്പൊ കാശ്മീർ പറയണം, അങ്കിളെ നമ്മൾ എത്രത്തോളം മുന്നോട്ടേക്ക് വന്നു എന്നറിയാലോ, ഇതിനൊരു എന്താ പറയാ ഒരു തീരുമാനമാക്കാതെ ഞാൻ തിരിച്ചു വരില്ല. അതിൽ അങ്കിളെ ഈ ജീസോ ഉണ്ടല്ലോ അവളുടെ അനിയത്തിയുടെ തലക്കാണിയുടെ ഉള്ളിൽ നിന്നും കിട്ടിയതാണ് ഈ പേപ്പർ. ഇതിൽ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ അങ്കിൾ ഇത് കണ്ടുപിടിക്കാൻ കഴിയും. നമ്മൾ എങ്ങോട്ടാ പോകേണ്ടത്? ഒന്ന് പരിയും കളിച്ച് അങ്കിൾ പറയണം, വാ നമുക്കൊരു സ്ഥലത്തേക്ക് പോകാന്ന് പറഞ്ഞിട്ട് ഒരു പഴയ ടെമ്പിളിലേക്ക് കൊണ്ടുപോണ്. അവിടെ ഒരു സ്വാമീജി ഉണ്ടായിരുന്ന ഒരു സ്ത്രീയാണ്. അപ്പൊ കാര്യങ്ങളൊക്കെ ഈ സ്ത്രീയോട് ഇവര് പറയുമ്പോൾ ആ ഒരു അമ്പലത്തില് ഒരു ദേവനുണ്ട്. ദേവനല്ല, ഒരു ദേവിയാണ്. ഈ ദേവി ഈ സ്വാമിയുടെ ഉള്ളിലേക്ക് വന്ന് കയറുകയാണ്. ഈ കാര്യങ്ങളൊക്കെ ആർക്ക് കാണാൻ കഴിയുന്നുണ്ട്? ജീസോയ്ക്ക് കാണാൻ കഴിയാണ്. ജീസോയ്ക്ക് ഈ കാര്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് എന്ന് ഈ ഒരു ദേവതയ്ക്ക് മനസ്സിലാവാണ്. സോ ഈ സ്വാമിയുടെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഈ ദേവത ഇപ്പോൾ ഇവരോട് സംസാരിക്കുകയാണ്. ഓ ഈ പെണ്ണിന് ഭയങ്കര ശക്തിയാണല്ലേ, ഭൂതങ്ങളെയും പ്രേതങ്ങളെയും ആത്മാക്കളെയും മാത്രമല്ല എന്നെ പോലെയുള്ള ദേവന്മാരെയും ഇവർക്ക് കാണാൻ കഴിയുമല്ലേ. വെറുതെ അല്ല ആ മന്ത്രവാദി ഇവളുടെ കണ്ണുകൾ ചുഴന്നെടുക്കാൻ നോക്കിയത്. ഇതേ സമയത്ത് തന്നെ ബോങ്ക പറയാണ്, അല്ല ഇവളുടെ കണ്ണ് കിട്ടിയിട്ട് അയാൾക്ക് എന്ത് ചെയ്യാനാ? ഇപ്പൊ ആ ഒരു സ്വാമി ആ സ്ത്രീ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറയാണ്, അതായത് ചിരിക്കുന്നത് അവളുടെ ഉള്ളിലുള്ള ആ ഒരു ദേവിയാണ് കേട്ടോ. നിങ്ങൾക്കപ്പോ ഒന്നും അറിയില്ല അല്ലേ എന്തിനു വേണ്ടിയിട്ടാണ് കാലഭൈരവൻ ഇവളുടെ പിന്നാലെ നടക്കുന്നതെന്ന്? എടാ മടയന്മാരെ, ഇവൻ ഈ കാശ്മീരിയുടെ മുത്തശ്ശനുണ്ടല്ലോ പണ്ടൊരിക്കല് ഈ കാലഭൈരവനെ പൂർണ്ണമായിട്ടും ചങ്ങലയിൽ കെട്ടിപ്പൂട്ടാനായിട്ടൊരു മാന്ത്രിക വിദ്യ ഉണ്ടാക്കി, തലിസ്മാൻ. പക്ഷെ അതിൽ നിന്നും അവൻ രക്ഷപ്പെട്ടു പോയി. അതിനെ പൂർണ്ണമായിട്ടും കണ്ടുപിടിച്ച് നശിപ്പിക്കാൻ കഴിയുന്ന ഒരു ശക്തിയാണ് ഇവളുടെ കണ്ണിനുള്ളത്. അതുകൊണ്ടാണ് ഇവളെ കണ്ടുപിടിച്ച് ഇവളുടെ കണ്ണുകളെ ഇല്ലാതാക്കാൻ വേണ്ടി ഈ കാലഭൈരവൻ നോക്കുന്നത്. ഒന്നും മനസ്സിലാവുന്നില്ല അല്ലേ? ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. ഇതൊരു ദേവിയാണ്. കാര്യങ്ങളൊക്കെ എന്താ പറയാ അകക്കണ്ണ് കണ്ട് കാണാൻ കഴിയുന്ന ഒരാളാണ്. എന്തായാലും കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ കാശ്മീരിയുടെ അനിയനെ തട്ടിക്കൊണ്ടുപോയില്ലേ കാലഭൈരവൻ. എന്നാൽ അവന് വേണ്ടിയിട്ടല്ല, ബലി കൊടുക്കാനൊന്നുമല്ല തട്ടിക്കൊണ്ടുപോയത്. ഗ്രാൻഡ് വിസാർഡ് ആയിട്ടുള്ള ഇവരുടെ മുത്തശ്ശനെ കൊല്ലാൻ വേണ്ടി തന്നെയായിരുന്നു. അതിനൊരു കാരണമുണ്ട്, കാലഭൈരവനെ ഇല്ലാതാക്കാൻ കഴിയുന്ന തലിസ്മാൻ. അതിനെക്കുറിച്ച് നന്നായിട്ട് അറിയുന്ന ആളാണ് ഈ ലോർഡ് വിസാർഡ്. എന്തായാലും പേരക്കുട്ടിയെ തേടിക്കൊണ്ട് ആ ഒരു ഗുഹയിലേക്ക് എത്തിയ ലോർഡ് വിസാർഡ് ഇപ്പൊ പേരക്കുട്ടിയെ കാണുകയാണ്. രക്ഷപ്പെട്ടു എന്ന് കരുതി പോകാൻ നിൽക്കുമ്പോഴാണ് ആ ഗുഹയുടെ മറ്റൊരു ഭാഗത്ത് നിന്ന് പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഭൈരവൻ. അവന്റെ കയ്യിൽ ആ ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സിന്റെ ഉള്ളിൽ ഒരു മനുഷ്യന്റെ ഒരു വിരലുണ്ടാവും. ഇത് പിടിച്ചിട്ടാണ് ഇവന്റെ ആ ഒരു ക്രിയകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ കാലഭൈരവന്റെ ആത്മാവ് നേരെ പുറത്തേക്ക് വരികയാണ്. എന്നിട്ട് നമ്മുടെ കാശ്മീരി ഉണ്ടല്ലോ ഇവന്റെ അനിയന്റെ ദേഹത്തേക്കാ കയറുന്നത്. മാത്രല്ല ആ ശരീരം ഏറ്റെടുത്ത കാലഭൈരവൻ ഒരു കത്തി എടുത്തുകൊണ്ട് ലോർഡ് വിസാർഡിന്റെ വയറ്റിൽ തന്നെ ഒരൊറ്റ കുത്തു കൊടുക്കാണ്. ഇതിൽ കുപിതനായിട്ടുള്ള ഈ ഗ്രാൻഡ് വിസാർഡ് ഉണ്ടല്ലോ, ആഹാ എന്നോടാണ് നിന്റെ കളി എന്ന് പറഞ്ഞിട്ട് ആ ശക്തമായിട്ടുള്ള തലിസ്മാൻ, ആ ഒരു മന്ത്രവാദത്തിന്റെ പേപ്പർ, ഒരു പ്രത്യേകതരം പത്രമാണ്, അത് അവിടെ താഴെ വെക്കുന്നുണ്ട്. ചില പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇതിന്റെ കേന്ദ്ര ഭാഗത്തേക്ക് ലോർഡ് വിസാർഡ് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു മാന്ത്രിക കത്തി, അതിപ്പോ പൂർണ്ണമായ രീതിയിലുള്ളത് ഫുൾ ആയിട്ടുണ്ട്. ഇത് ആ ഒരു പത്രത്തിന്റെ കേന്ദ്ര ഭാഗത്തേക്ക് കുത്തി അങ്ങോട്ട് വെക്കുകയാണ്. ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള മന്ത്രവാദികളെയും പ്രേതങ്ങളെയും എല്ലാം കീഴ്പ്പെടുത്താൻ കഴിയുന്ന ഒരു ശക്തിയാണ് ഈ ഒരു പത്രത്തിനുള്ളത്, അതായത് ഈ തലിസ്മാൻ. എന്തായാലും ഈ ചടങ്ങ് കഴിഞ്ഞപ്പോൾ ഇതിന്റെ ഉള്ളിൽ നിന്നും ചുട്ടു പഴുത്തൊരു ചങ്ങല പുറത്തേക്ക് വരുന്നുണ്ട്. ആ ചങ്ങല പോയിട്ട് കാലഭൈരവന്റെ കാലിൽ അങ്ങനെ ചുറ്റി വരികയാണ്. ആ ഗുഹയിൽ തന്നെ എവിടെയോ ഒളിച്ചിരിക്കുന്ന കാലഭൈരവനെ ഈ ഒരു തലിസ്മാന്റെ ഉള്ളിലേക്ക് വലിച്ചെടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നാൽ വേറെ പിടിച്ച ഈ കാലഭൈരവനാണെങ്കിൽ അവന്റെ കയ്യിലുണ്ടായിരുന്ന മാന്ത്രിക വാള് വെച്ച് നമ്മുടെ ഈ ഒരു ലോർഡ് വിസാർഡിനെ ആക്രമിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ തന്റെ പേരക്കുട്ടിയെ രക്ഷപ്പെടുത്തേണ്ടതുകൊണ്ട് ലോർഡ് വിസാർഡ് ഒരു കാര്യം ചെയ്യാണ്. അതായത് ഈ ഒരു തലിസ്മാൻ ഉണ്ടല്ലോ ഇതിന്റെ ഉള്ളിലേക്ക് കുത്തിവെച്ച ആ ഒരു മാന്ത്രിക കത്തി ഇതിന്റെ പകുതി ഊരിയെടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും ഈ കാലഭൈരവൻ ഈ തലിസ്മാന്റെ ഉള്ളിലേക്ക് പോകാൻ കഴിയുന്നില്ല. എന്നാൽ ബാക്കിയുള്ള ചങ്ങലയാണെങ്കിൽ അവന്റെ കാലിൽ ഇപ്പോഴും അങ്ങനെ കുടുങ്ങിക്കിടക്കാണ്. ഇതേ സമയത്ത് തന്നെ ഗ്രാൻഡ് വിസാർഡും പേരക്കുട്ടിയും കൂടെ അവിടുന്ന് ഓടി രക്ഷപ്പെടുന്നുണ്ട്. ഇപ്പൊ കാര്യം പോണ്ട കാലഭൈരവൻ അവന്റെ കയ്യിലുണ്ടായിരുന്ന വാള് വെച്ച് ഈ തലിസ്മാൻ ഉണ്ടല്ലോ ഇതിനെ വെട്ടിക്കേറാൻ നോക്കുകയാണ്. ഇയാളുടെ ഒരു ശ്രമം വിജയിച്ചു. തലിസ്മാൻ 2 കഷ്ണമായിട്ട് മുറിയാണ്. എന്നാൽ അതിലൊരു കഷ്ണം ഇയാൾക്ക് തൊടാൻ പോലും കഴിയില്ല. കാരണം എന്താണ്? അതില് ഈ ഒരു ലോർഡ് വിസാർഡിന്റെ ആ ഒരു വാളിന്റെ ഒരു
ഭാഗം കുത്തി വെച്ചിട്ടുണ്ടല്ലോ. എന്തായാലും ഒരു ഭാഗമാണെങ്കിൽ അറ്റുപോയി. അപ്പോ അത് വിഷയമൊന്നുമില്ല, അതിനെ മാറ്റി വെക്കാൻ കഴിയും. അപ്പോഴേക്കും ഈ ഒരു ചങ്ങലയുണ്ടല്ലോ ഇത് അറ്റുപോവാണ്. അങ്ങനെ വെറി പിടിച്ച ഈ കാലഭൈരവൻ നമ്മുടെ ഈ ഒരു ഗ്രാൻഡ് വിസാർഡിനെ കൊല്ലാനായിട്ട് ഇയാളുടെ പിന്നാലെ വരുന്നുണ്ട്. ഇവിടെയാണ് ഈ ഗ്രാൻഡ് വിസാർഡ് അവിടെ ഒരു ട്രാപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ കാലഭൈരവന് ആ ഒരു ഗുഹ വിട്ട് ഒരിക്കലും ഇനി പുറത്തേക്ക് വരാൻ കഴിയില്ല. എന്നാൽ വെറി പിടിച്ചു വന്ന കാലഭൈരവൻ കയ്യിലുണ്ടായിരുന്ന അവന്റെ ആയുധം വെച്ച് ഒറ്റ ഏറ് കൊടുക്കുകയാണ്. ആ ഏറിൽ ആ വാള് വന്നിട്ട് ഇപ്പൊ മുത്തശ്ശന്റെയും അതുപോലെ തന്നെ പേരക്കുട്ടിയും ദേഹത്തേക്ക് തുളച്ചു കയറുകയാണ്. രണ്ടുപേരും അധികം വൈകിയില്ല, കുറച്ച് മുന്നോട്ടേക്ക് പോയിട്ട് മരണപ്പെടുകയാണ്. അങ്ങനെയാണ് ഇവർ രണ്ടുപേരും മരണപ്പെട്ടു പോയത്. പിന്നീട് മുറിഞ്ഞു പോയിട്ടുള്ള ആ ഒരു തലിസ്മാന്റെ കഷ്ണം ഉണ്ടല്ലോ അത് മറ്റെവിടെയോ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് മറ്റാരും കണ്ടുപിടിക്കാൻ പാടില്ല. അത് കണ്ടുപിടിക്കാൻ കഴിയുക നമ്മുടെ ജീസോയുടെ മാന്ത്രിക കണ്ണുകൾക്കാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ നശിപ്പിക്കണം. മാത്രമല്ല ആ ഒരു വാള് ഇതിന്റെ ആ ഒരു ബാക്കി ഭാഗം കണ്ടുപിടിക്കണമെങ്കിലും അവളുടെ ആ ഒരു കണ്ണുണ്ടെങ്കിൽ നടക്കും. ചുരുക്കി പറയുകയാണെങ്കിൽ ജീസോയുടെ കണ്ണുണ്ടെങ്കിൽ ആ ഒരു തലിസ്മാനെ ആർക്കും കാണാതെ ഒളിപ്പിച്ചു വെക്കാനും കഴിയും. അതുപോലെ തന്നെ ആ ഗുഹയുടെ പുറത്തേക്ക് വരാനായിട്ട് വാളിന്റെ മറ്റേ ഭാഗം ഉണ്ടല്ലോ ഇത് കണ്ടുപിടിക്കാനും കഴിയും. ഇപ്പൊ കാശ്മീരിയെ കാണിക്കുകയാണ്. അവന്റെ ഉള്ളിൽ ആ ഒരു ദേഷ്യവും പ്രതികാരമൊക്കെ ഇങ്ങനെ കൂടി വരികയാണ്. കാലഭൈരവനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണമെങ്കിൽ എന്ത് വേണം? ആ മുറിഞ്ഞു പോയ തലിസ്മാൻ ഉണ്ടല്ലോ അതിന്റെ ആ ഒരു ബാക്കി കഷ്ണം വേണം. തീർച്ചയായിട്ടും അത് ആർക്കും കാണാൻ പറ്റാത്ത രീതിയിൽ വളരെ സേഫ് ആയിട്ട് തന്നെ കാലഭൈരവൻ ഇയാളുടെ ആൾക്കാരെ ഉപയോഗിച്ച് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഈ തലിസ്മാന്റെ ബാക്കി കഷ്ണം കിട്ടുകയാണെങ്കിൽ കാലഭൈരവനെ ഇല്ലാതാക്കാൻ കഴിയല്ലോ. ഞാനത് ചെയ്യൂ എന്നിപ്പോ നമ്മുടെ കാശ്മീർ പറയുമ്പോൾ ഈ ഒരു ദേവ തന്നെ പറയുന്നുണ്ട്, നീ അത് ചെയ്യണോ? ഒരുപാട് റിസ്ക് ഉള്ള കാര്യമാണ്. നിന്റെ മുത്തശ്ശൻ തന്നെ നോക്കിയിട്ട് നടന്നില്ല. അപ്പൊ ആ ഒരു കാര്യം ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് തിരിച്ചു പോകുന്നതല്ലേ, എന്തിനാണ് വെറുതെ അപകടത്തിലേക്ക് പോകുന്നത്? എന്നാൽ കാശ്മീർ ആണെങ്കിൽ ഇതിന് പിന്മാറുന്ന ഒരു ലക്ഷണവും ഇല്ല. അവൻ പറയാണ്, എനിക്ക് ആ രണ്ടാമത്തെ കഷ്ണം എടുത്തു വെച്ച സ്ഥലം അത് എവിടെയാണെന്ന് അറിയണം. എന്തായാലും ദേവത ഒരു മലയുടെ പേര് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ എവിടെയാണെന്ന് ദേവതയ്ക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ കഴിയില്ല. എന്തായാലും ഇവരെല്ലാവരും കൂടെ നേരെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. കൂടെ ആരുള്ളത്? ജീസോ ഉണ്ട്. അവളുടെ ആ ഒരു മാന്ത്രിക കണ്ണ് വെച്ച് പല കാര്യങ്ങളും കാണാൻ കഴിയും. അതുകൊണ്ട് അവൾ അങ്ങനെ പലതും കാണുന്നുണ്ട്. ആ മലയുടെ ഒരു ഭാഗത്തായിട്ട് ഒരു ചെറിയ വീടുണ്ട്. പുറമേന്ന് കാണുമ്പോൾ അതൊരു ചെറിയ പുൽമേഞ്ഞ വീട് മാത്രമാണ്. എന്നാൽ ഇതിന്റെ ഉള്ളിലാണ് ആ ഒരു തലിസ്മാൻ ഈ മന്ത്രവാദി കാലഭൈരവന്റെ ആൾക്കാർ സൂക്ഷിച്ചിട്ടുള്ളത്. എന്തായാലും ഒരു നോട്ടത്തിൽ തന്നെ നമ്മുടെ ജീസോയ്ക്ക് ഇതിന്റെ ആ ഒരു രഹസ്യം മനസ്സിലാവാണ്. കാരണം അവളുടെ കണ്ണ് അത് നിസാരമല്ലല്ലോ. മാത്രമല്ല ഇങ്ങോട്ടേക്ക് പോകുന്നതിന്റെ ആ ഒരു ചുറ്റുവട്ടത്തായിട്ട് ഒരുപാട് ശവങ്ങളെ കാലഭൈരവൻ കൊന്നു കുഴിച്ചു മൂടിയിട്ടുണ്ട്. എന്തിനാണ്? ഈ ഒരു തലിസ്മാന്റെ ബാക്കി കഷ്ണം എടുക്കാൻ വരുന്നവരെ തടുക്കാനായിട്ട്. എന്നാൽ ആത്മാക്കളുടെ കയ്യിലേക്കൊക്കെ നോക്കിയ ഒന്നിനും ഒരു വിരലില്ല. ആ വിരൽ ഉപയോഗിച്ചുകൊണ്ടാണ് കൂട് വിട്ട് കൂടുമാറ്റം ആ ഒരു പരിപാടി ഈ കാലഭൈരവൻ ചെയ്യുന്നത്. അങ്ങനെ തട്ടിക്കൊണ്ടുവന്ന ഓരോ ആൾക്കാരുടെയും കൈവിരൽ വെട്ടിക്കൊണ്ട് ഇവിടെ കുഴിച്ചു മൂടി ഇവരെ തന്നെ ഇതിന് കാവൽ നിർത്തിയിരിക്കുകയാണ്. ഈ കാര്യമെല്ലാം കാണാൻ കഴിയുന്നത് നമ്മുടെ ജീസോയ്ക്ക് മാത്രമാണ്. അവളുടെ ആ ഒരു കണ്ണിന് ആ പ്രത്യേകത ഉള്ളതുകൊണ്ട് മാത്രം. എന്തായാലും നമ്മുടെ കാശ്മീരിക്ക് ഇതൊന്നും കാണാൻ കഴിയുന്നില്ല. അവൻ എന്തായാലും ആ ഒരു വീട്ടിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. പക്ഷെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളും ആ മണ്ണിലുണ്ടായിരുന്ന ആത്മാക്കളെയും ഒന്നും ഈ കാശ്മീരി കാണുന്നില്ല. കാരണം എന്താ? അവന് ആ ഒരു പവർ ഇല്ല. മാത്രമല്ല ഈ ആത്മാക്കളൊന്നും അവനൊന്നും ചെയ്യുന്നില്ല. അതിന് കാരണം എന്താ? അവന്റെ കയ്യിലുണ്ടായിരുന്ന അവന്റെ മുത്തശ്ശന്റെ ആ ഒരു മാന്ത്രിക വാളിന്റെ പകുതി കഷ്ണം തന്നെ. എന്തായാലും ഇവരിവിടെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒളിഞ്ഞിരുന്നുകൊണ്ട് ഈ കാലഭൈരവന്റെ ഒരു ശിഷ്യൻ അങ്ങനെ കാണുന്നുണ്ട്. എന്താ ഇവരിവിടെ ചെയ്യുന്നത്? ആ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ കാലഭൈരവൻ അറിയിക്കാനായിട്ട്. എന്തായാലും മരം കൊണ്ട് നിർമ്മിച്ച ആ ഒരു വീടിന്റെ ഉള്ളിലേക്ക് കാശ്മീരെ കയറാൻ വേണ്ടി നിൽക്കുകയാണ്. മാത്രമല്ല മാന്ത്രികത്തിൽ ചെയ്തു വെച്ച് എന്തോ ഒരു കയറ് വെച്ച് ഇത് നല്ല രീതിയിൽ കെട്ടിയിട്ടുണ്ട്. ഇത് വെട്ടണമെങ്കിൽ നമ്മുടെ കാശ്മീരിയുടെ കയ്യിൽ ആ ഒരു വാള് തന്നെ വേണം. എന്തായാലും ഇത് വെട്ടിക്കൊണ്ട് ഇതിന്റെ ഉള്ളിലേക്ക് കടക്കാൻ നിൽക്കുന്ന നമ്മുടെ കാശ്മീരിയുടെ ഉള്ളിലേക്ക് പലതരം ഹാലൂസിനേഷനും ഈ കാലഭൈരവൻ ഇട്ടുകൊടുക്കുകയാണ്. ഒരു കാരണവശാലും അവൻ അതിന്റെ ഉള്ളിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി കാലഭൈരവൻ ആ ഒരു ഗുഹയിൽ വെച്ച് ഇങ്ങനെയുള്ള ഓരോ തന്ത്രങ്ങൾ കാണിക്കാനേ കഴിയുള്ളൂ, പുറത്തേക്ക് വരാൻ കഴിയില്ല. അതായത് പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ കാശ്മീർ ഉണ്ടല്ലോ ഒരു വയലിലേക്ക് എത്തുകയാണ്. ഈ വയലിൽ വെച്ചിട്ടാണ് അവന്റെ മുത്തശ്ശന്റെയും അനിയന്റെയും ആ ഒരു ബോഡി അവൻ നേരിട്ട് കണ്ടത്. അതായത് നമ്മുടെ കാശ്മീരെ ഇമോഷണലി അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് ഈ കാലഭൈരവൻ എന്ന് ഇത് മനസ്സിലാക്കിയ നമ്മുടെ ഈ കാശ്മീർ ഉണ്ടല്ലോ അവന്റെ ആ ഒരു എനർജി വീണ്ടെടുക്കുകയാണ്. മാത്രമല്ല കാലഭൈരവനെ ആ ഒരു ഹാലൂസിനേഷൻ എഫക്റ്റിൽ നിന്നും തോൽപ്പിക്കുകയാണ്. ഒന്നും നോക്കിയില്ല, ആ മാന്ത്രിക കയറിലേക്ക് ഒരു വെട്ടുകൊടുക്കുകയാണ്. എന്നിട്ട് ആ വാതിലും തുറന്നുകൊണ്ട് ഈ ഒരു മരം കൊണ്ടുണ്ടാക്കിയ വീടിന്റെ ഉള്ളിലേക്ക് കയറുകയാണ്. അവിടെ തന്നെ ഒരു പീഠത്തിൽ ആ തലിസ്മാന്റെ ഒരു കഷ്ണം ഭദ്രമായിട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും പിന്നീട് തലിസ്മാന്റെ ആ ഒരു കഷ്ണം എടുത്തുകൊണ്ട് നമ്മുടെ കാശ്മീരെ നേരെ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഈ ഒരു കാര്യം എല്ലാവർക്കും കാണിച്ചു കൊടുക്കുകയാണ്. ഒളിഞ്ഞിരുന്ന് കാണുന്ന നമ്മുടെ കാലഭൈരവന്റെ ശിഷ്യൻ ഇവന് മനസ്സിലായി ഈ കാശ്മീർ ആൾ അത്ര നിസാരക്കാരനല്ലാന്ന്. അവൻ എന്തായാലും പിന്നെ അവിടെ നിന്ന് ഇവരെ ആക്രമിക്കാനൊന്നും നോക്കിയില്ല. അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ്. എന്തായാലും തലിസ്മാന്റെ കഷ്ണം ഇവരുടെ കയ്യിൽ കിട്ടിയല്ലോ. ഇനി കാലഭൈരവൻ എവിടെയാണോ ഇരിക്കുന്നത് ആ ഒരു ഗുഹ കണ്ടെത്തണം, അങ്ങോട്ടേക്ക് പോകണം. അവനെ പൂർണ്ണമായിട്ടും ഇതിന്റെ ഉള്ളിൽ വെച്ച് ലോക്ക് ചെയ്യാൻ പറ്റുമോ നോക്കണം. സ്ഥലമെല്ലാം കണ്ടുപിടിച്ച് ഇവരിപ്പോ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുന്നിൽ ഒരു കാറിലാണ് നമ്മുടെ ഈ ഒരു ജീസോയും അതുപോലെ തന്നെ കാശ്മീരി ഉള്ളത്. പോകുന്ന വഴിയിൽ ജീസോയ്ക്ക് ഈ പറഞ്ഞതുപോലെ ആത്മാക്കളെ കാണാൻ കഴിയല്ലോ. അന്ന് കണ്ടതുപോലെ റോഡിന്റെ അരികിലായിട്ട് ഒരു സ്ത്രീയുടെ ആത്മാവ് നിൽക്കുന്നുണ്ട്. ആ ആത്മാവ് മറ്റാരുമല്ല നമ്മുടെ ഈ ഒരു ജീസോ ഉണ്ടല്ലോ അവളുടെ അമ്മയുടെ ആത്മാവ് തന്നെയാണ്. അമ്മയുടെ ആത്മാവ് ഒരു ഭാഗത്തേക്ക് കൈ ചൂണ്ടുന്നുണ്ട് കേട്ടോ. എന്നാൽ അവരുടെ കയ്യിലേക്ക് നോക്കിയേ അതിലൊരു വിരലില്ലായിരുന്നു. കാലഭൈരവൻ അവളുടെ അമ്മയും കൊണ്ടുപോയി ഇതുപോലെ കൊന്നു കളഞ്ഞ് വിരലെടുത്തുകൊണ്ട് ദുർമന്ത്രവാദങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്തോ ഒരു അപകടം ഇവിടെ വരാനിരിക്കുന്നുണ്ട്. അതിന്റെ ആ ഒരു സൂചനയാണ് ജീസോയുടെ അമ്മ അവൾക്ക് ഇപ്പൊ കൊടുത്തത്. പക്ഷെ അവളുടെ അമ്മയുടെ ആത്മാവ് ചൂണ്ടിക്കാണിച്ച അപകടം എന്താണെന്ന് അവൾക്ക് മനസ്സിലായില്ല. ഇപ്പൊ ഇവര് കയറാൻ നിൽക്കുന്ന ആ ഒരു ടണൽ ഉണ്ടല്ലോ ഇതിന്റെ മുകൾ ഭാഗത്ത് തന്നെ ആ ഗ്രാമത്തിൽ ഒരാളുണ്ടായിരുന്നു. ഇയാളുടെ ഉള്ളിലേക്ക് കാലഭൈരവന്റെ ആത്മാവ് കയറിയിട്ടുണ്ട്. ഇയാളുണ്ടല്ലോ ആ ഒരു പാലത്തിന്റെ മുകളിൽ നിന്നും ഇവരുടെ കാറിന്റെ മുകളിലേക്ക് എടുത്തു ചാടുകയാണ്. കാശ്മീരിയുടെ കൺട്രോൾ പോകുന്നുണ്ട്. ഇതേ സമയം
സമയത്ത് തന്നെ കാലഭൈരവന്റെ ഒരു ശിഷ്യത്തി, ഒരു സൈക്കോ ആണ്, ഇത് ഇങ്ങോട്ട് വന്നിട്ട് ഇവരുടെ കാറിന്റെ ബേക്കിൽ ഒരു ഇടിയും കൊടുക്കുന്നുണ്ട്. പെട്ടെന്നുള്ള ആക്രമണം ആയതുകൊണ്ട് തന്നെ കാശ്മീരിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പരമാവധി അവന്റെ കയ്യിലുള്ള ആ ഒരു കത്തിയുടെ പകുതി കഷ്ണം വെച്ച് കാലഭൈരവന്റെ ആത്മാവിനോട് ഏറ്റുമുട്ടുന്നുണ്ടെങ്കിലും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോഴേക്കും ഇവരെല്ലാവരും നമ്മുടെ ജീസോയെ ഇവിടുന്ന് തൂക്കിയെടുത്ത് കൊണ്ടുപോവാണ്. എന്തായാലും ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് ബോങ്കോ അതുപോലെ തന്നെ അങ്കിൾ ഇങ്ങോട്ട് എത്തുന്നത്. എന്തായാലും കറക്റ്റ് സമയത്ത് എത്തിയത്, എല്ലാം കഴിഞ്ഞപ്പോയി. പക്ഷെ തിരിച്ചു പോകാനും പിന്മാറാനും നമ്മുടെ കാശ്മീർ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നേരെ ചെല്ലിയാണ് കാലഭൈരവനെ പൂട്ടിയിട്ട ആ ഒരു ഗുഹയിലേക്ക്. എന്നാൽ അവിടെ എത്തിയ സമയത്ത് തന്നെ ചുറ്റുപാട് നോക്കുമ്പോൾ ഉള്ളിലേക്ക് വല്ലാത്തൊരു ഭയം. സ്ഥലമൊന്നും അത്ര നല്ല സ്ഥലമല്ല, വല്ലാത്തൊരു പന്തികേട്. അപ്പൊ ഇനിയും വേറൊരാളുടെ ജീവൻ ഇവർക്ക് വേണ്ടിയിട്ട് കളയേണ്ട എന്ന് തോന്നിയ കാശ്മീർ പറയാണ്, നിങ്ങൾ രണ്ടുപേരും എന്തായാലും പുറത്ത് നിൽക്ക്, ഞാൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചോളാം. ആ ഒരു സമയത്ത് നിങ്ങൾ ഇതിന്റെ ആ ഒരു വാതിൽക്കലുണ്ടല്ലോ കുറച്ച് ബോംബുകൾ സെറ്റ്, ഞാൻ നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ തരുന്ന സമയത്ത് ഇത് പൊട്ടിച്ചു കളയണം. എന്തായാലും ആ കാര്യം ഞങ്ങൾ ചെയ്തോളാം എന്നിട്ട് ബോങ്കോയും അങ്കിളും പുറത്തേക്ക് ഇരിക്കുകയാണ്. ബോങ്കോക്ക് എന്തായാലും സന്തോഷമായിട്ടുണ്ടാവും. എന്തായാലും ഈ അപകടത്തിന്റെ അണ്ണാക്കിലേക്ക് ചെന്ന് കയറി കൊടുക്കണ്ടല്ലോ. അങ്ങനെ കാശ്മീർ ആ ഒരു ഗുഹയുടെ ഉള്ളിലേക്ക് പതിയെ പതിയെ കയറി ചെല്ലുകയാണ്. അതായത് കാലഭൈരവനെ അവന്റെ മുത്തശ്ശൻ അടച്ചിട്ട ആ ഒരു ഗുഹയിലേക്ക്. അങ്ങനെ ആ ഒരു ഗുഹയിൽ വെച്ചിട്ട് ആദ്യമായിട്ട് നമ്മുടെ കാശ്മീർ കാലഭൈരവനെ നേരിട്ട് കാണുന്നുണ്ട്. എത്ര വർഷമായി ഞാൻ എന്റെ പ്രതികാരത്തിന് കാത്തിരിക്കുന്നു. കാലഭൈരവന്റെ ഉള്ള ദേഷ്യം മുഴുവനായിട്ടും ഇപ്പൊ ഈ ഒരു കാശ്മീരയുടെ ദേഹത്ത് തീർക്കുകയാണ്. അതായത് ആ ഒരു കത്തിയുടെ പകുതി ഭാഗം വെച്ച് പരമാവധി പോരാടാൻ നോക്കുന്നുണ്ടെങ്കിലും അവനെ കൊണ്ടൊന്നും കഴിയുന്നില്ല. അവൻ എടുത്തിട്ട് എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ കാലഭൈരവൻ അടി നന്നായിട്ട് തന്നെ കാശ്മീർ കൊള്ളുന്നുണ്ട്. ഈ സമയത്ത് അവന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി തെറിച്ചു പോയിട്ട് ഒരു ഭാഗത്ത് വീഴുന്നുണ്ട്. അവിടെ തന്നെയായിരുന്നു അവന്റെ മുത്തശ്ശൻ കാലഭൈരവനിട്ട് പണി കൊടുത്ത ആ ഒരു തലിസ്മാനും ഈ കത്തിയുടെ ബാക്കി ഭാഗം ഉണ്ടായിരുന്നത്. എന്തായാലും കത്തിയുടെ ബാക്കി കഷ്ണം ഇങ്ങോട്ടേക്ക് എത്തിയ സമയത്ത് രണ്ടിനും ഒരുമിച്ച് ചേരാനുള്ള ആ ഒരു ടെൻഡൻസി ഉണ്ടാവുകയാണ്. രണ്ടും കൂടി ഇപ്പൊ ഒരുമിച്ച് ചേരുന്നുണ്ട്. ഉടനെ തന്നെ നമ്മുടെ കാശ്മീർ ആ ഒരു കത്തി അവന്റെ കയ്യിലേക്ക് എടുക്കുകയാണ്. കത്തി പൂർണ്ണമായി കഴിഞ്ഞാൽ അതിന് ഭയങ്കര പവർ ഉണ്ടാവും. ആ പവർ ഉപയോഗിച്ച് തന്നെ കാലഭൈരവനെ അവൻ നേരിടാൻ വേണ്ടി തുടങ്ങുകയാണ് കേട്ടോ. ഒരു ഘട്ടത്തില് കാലഭൈരവനും ഈ കത്തിയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ഇതേ സമയത്ത് തന്നെ കാലഭൈരവൻ അവന്റെ ആ ഒരു താന്ത്രിക വിദ്യ ഉപയോഗിക്കുകയാണ്. ഒരു പെട്ടി എടുക്കുന്നുണ്ട്, അതിന്റെ ഉള്ളിൽ ആരുടെ ഒരാളുടെ വിരലുണ്ട്. അങ്ങനെ ഈ കോട് വിട്ട് കൂടുമാറില് ആ ഒരു പരിപാടി പരാജയപ്പെടാൻ നിൽക്കുന്ന സമയത്ത് കാലഭൈരവൻ വീണ്ടും ചെയ്യാണ്. അതായത് ഒരുപാട് ആൾക്കാർ ഇതിന്റെ ഉള്ളിൽ കൊണ്ടുവന്നൊരു പൂട്ടി വെച്ചിട്ടുണ്ട്. അതിന്റെ ഉള്ളിലുള്ള ഒരുത്തന്റെ ദേഹത്തേക്ക് അവന്റെ ആത്മാവും ചെന്ന് കയറുകയാണ്. അങ്ങനെ ആ കെട്ടിയിട്ട മനുഷ്യരുണ്ടല്ലോ ഭയങ്കര അഗ്രസീവായിട്ട് തന്നെ നമ്മുടെ ഈ കാശ്മീരിനുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. അതായത് ഈ ഫൈറ്റിന്റെ ഇടയിൽ അവന്റെ ശരീരത്തിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ കാലഭൈരവന് ഒരു കുഴപ്പമില്ല. അഥവാ ആ ശരീരം മരിച്ചു കഴിഞ്ഞാൽ വേറൊരു ശരീരത്തിലേക്ക് കാലഭൈരവന്റെ ആത്മാവ് കയറും. അതുകൊണ്ട് തന്നെ ഭയങ്കര അഗ്രസീവായിട്ട് കാശ്മീരുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഫൈറ്റിൽ നമ്മുടെ കാശ്മീരിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അവനെ ലോക്ക് ചെയ്യാണ്. മാത്രമല്ല ഇപ്പൊ അവനെ കൊല്ലാൻ വേണ്ടി നിൽക്കുന്ന കാലഭൈരവൻ പെട്ടെന്ന് എന്തോ ഒരു ശബ്ദം കേട്ട് ഈ കാലഭൈരവന്റെ ശ്രദ്ധ മാറുകയാണ്. എന്താ, ഈ ഗുഹയുടെ വാതിൽക്കൽ വെച്ചിട്ട് നമ്മുടെ അങ്കിളുണ്ടല്ലോ മൂപ്പര് ഒരു ഡ്രം കൊണ്ടുവന്നില്ലേ, ഒരു സാധാരണ ഒരു ഡ്രം ആയിരുന്നില്ല അത്. അതിലങ്ങനെ കൊട്ടിക്കൊണ്ട് എന്തൊക്കെയോ മന്ത്രങ്ങൾ ചൊല്ലുന്നുണ്ട്. ഇയാളുടെ ശക്തി ഒരു ഇച്ചിരി നേരത്തേക്ക് ഒന്ന് എന്താ പറയാ കുറഞ്ഞു പോവാണ്. അതേസമയം തന്നെ നമ്മുടെ ബോങ്കോ അവന്റെ പേടിയെല്ലാം മാറ്റി വെച്ച് ഉള്ളിലേക്ക് വന്നിട്ട് ഒരു ഫ്ലെയർ ഗൺ ഒരൊറ്റ പൊട്ടിക്കലാണ്. നല്ല വെളിച്ചുണ്ടായി. ഈ കാലഭൈരവന് കുറച്ചു നേരത്തേക്ക് ഒന്നും കാണാൻ കഴിയുന്നില്ല. ഈ ഗ്യാപ്പിൽ കാശ്മീർ ഇപ്പോ ജീസോ അവളുടെ അനിയത്തി ഇവര് രണ്ടുപേരെയും രക്ഷപ്പെടുത്തി ഈ ഒരു ഗുഹയുടെ പുറത്തേക്ക് എത്തുകയാണ്. അപ്പോഴേക്കും ആ ഒരു ബോംബ് പൊട്ടിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ഇവരുടെ പിന്നാലെ തന്നെ കാലഭൈരവൻ വന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ആ വരുന്ന വരുത്തില് നമ്മുടെ കാശ്മീർ ഉണ്ടല്ലോ അവന്റെ മുത്തശ്ശൻ അവിടെ കുത്തിവെച്ച ആ കത്തിയുടെ ബാക്കി ഭാഗം അത് അവിടെ ഉണ്ടായിരുന്നില്ലേ, അത് നേരത്തെ തന്നെ കത്തി രണ്ടും ഒന്നാക്കിയിട്ടുണ്ട്. ആ തലിസ്മാന്റെ കഷ്ണം ഇപ്പോഴും നില തന്നെയായിരുന്നു. ആ കഷ്ണം കൂടെ എടുക്കുകയാണ്. എന്തായാലും ഇവര് പുറത്തേക്ക് എത്തിയപ്പോൾ ബോംബ് പൊട്ടിക്കുകയാണ്. ആ ഒരു ഗുഹയുടെ കവാടം അടഞ്ഞു പോകുന്നുണ്ട്. അതായത് കാലഭൈരവന് പുറത്തേക്ക് വരാൻ കഴിയുന്നില്ല. എന്നാൽ അധിക നേരമൊന്നും അവൻ അതിന്റെ ഉള്ളിൽ പൂട്ടി വെക്കാൻ കഴിയില്ല. കാരണം പല ജാതി ദുർമന്ത്രവാദങ്ങൾ അറിയുന്ന ഒരു ദുഷ്ടനായിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ഒരു മന്ത്രവാദി തന്നെയാണ് കാലഭൈരവൻ. അതായത് ആ ഗുഹ വിട്ട് സിമ്പിൾ ആയിട്ട് തന്നെ അവന് പുറത്തു വരാൻ കഴിയും. അവന്റെ മുത്തശ്ശൻ ഇട്ടുവെച്ച ആ ഒരു ലോക്ക് അവൻ അഴിച്ചു തന്നെയല്ലോ. ഇനിയിപ്പോ ഒരേ ഒരു മാർഗ്ഗമാണ്, അതായത് കത്തി പൂർണ്ണമായിട്ടും കയ്യിൽ കിട്ടിക്കഴിഞ്ഞു. ഈ തലിസ്മാന്റെ രണ്ട് കഷ്ണം ഇവരുടെ കയ്യിലുണ്ട്. ആ ഒരു പൂജ അത് വീണ്ടും ചെയ്യാൻ അങ്ങനെ ആ ഒരു ഗുഹയുടെ കവാടം കാലഭൈരവൻ പൊളിക്കുന്നതിന് മുന്നേ ആയിട്ട് തന്നെ രണ്ട് പീസായിട്ട് കിടക്കുന്ന ഈ തലിസ്മാനിൽ ഒരു ഭാഗത്തേക്ക് ചെറുതായിട്ട് തീ കൊടുക്കുകയാണ്. ആ തീ വെച്ചിട്ട് തന്നെ ഈ തലിസ്മാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിച്ചേരുന്നുണ്ട്. പിന്നീട് കാശ്മീരിക്ക് അവൻ അറിയാവുന്ന മന്ത്രവാദങ്ങളും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുകയാണ്. എന്നിട്ട് ഇതിന്റെ കേന്ദ്ര ഭാഗത്തേക്ക് ഈ കത്തി കൊണ്ട് കുത്തി വെക്കുകയാണ്. അതായത് ഈ ഒരു പൂജ കംപ്ലീറ്റ് ആകുന്നുണ്ട്. ഇത് പൂർണ്ണമായതോട് കൂടിയിട്ട് ഇതിന്റെ ഉള്ളിൽ നിന്നും ആ ഒരു നരകത്തിലെ ചങ്ങല, ചുട്ടുപൊഴുത്ത ചങ്ങല ഉണ്ടല്ലോ, നേരെ ഗുഹയുടെ ഉള്ളിലേക്ക് ചെല്ലുകയാണ്. കാലഭൈരവന്റെ കാലിൽ ചുറ്റിയെടുക്കുകയാണ്. പരമാവധി രക്ഷപ്പെടാൻ വേണ്ടി പല പരിപാടികളും കാലഭൈരവൻ നോക്കുന്നുണ്ടെങ്കിലും ഒന്നും നടക്കുന്നില്ല. ഇത്തവണത്തെ ഈ പൂജയിൽ അവൻ പെട്ടുപോയി. പൂർണ്ണമായിട്ടും ഈ ചങ്ങല അവൻ അതിന്റെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുകയാണ്, ആ നരകത്തിന്റെ ഉള്ളിലേക്ക്. ഈ ഒരു ചടങ്ങ് പൂർണ്ണമായിട്ടും കഴിഞ്ഞു. അതായത് ഇതിന്റെ ഉള്ളിലേക്ക് കാലഭൈരവൻ പൂർണ്ണമായിട്ടും പോയി കഴിഞ്ഞു. ഇനി ഒരിക്കലും ഇതിൽ നിന്നും അവൻ രക്ഷപ്പെടാതിരിക്കാനായിട്ട് ഈ തലിസ്മാൻ സ്വയം കത്താൻ തുടങ്ങുകയാണ്. അങ്ങനെ പൂർണ്ണമായിട്ടും ഇത് കത്തി തീർന്നു. ഇനി ഒരിക്കലും കാലഭൈരവന്റെ ശല്യം ഈ ഒരു ഗ്രാമത്തിൽ ഉണ്ടാവില്ല. പിറ്റേ ദിവസം രാവിലെയായി. ഇപ്പൊ ജീസോ അവളുടെ അനിയത്തി രണ്ടുപേരുണ്ട്. അവരുടെ ആ ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെ നമ്മുടെ കാശ്മീർ തീർത്തു കൊടുത്തല്ലോ. അങ്ങനെ യാത്ര പറഞ്ഞ് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ പോകാൻ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ബോങ്കോ ഉണ്ടല്ലോ നമ്മുടെ ജീസോയ്ക്ക് ഒരു ജോബ് ഓഫർ കൊടുക്കണം. നമ്മൾ ഇതുപോലെയുള്ള ഈ പ്രേതത്തിന് ഒഴിപ്പിക്കുന്ന പരിപാടിയും കാര്യങ്ങളൊക്കെ അല്ലേ ചെയ്യുന്നത്. അപ്പൊ നിനക്കാണെങ്കിൽ ഇതുപോലെ കാണാനുള്ള കഴിവുണ്ട്. അപ്പൊ നമ്മുടെ കൂടെ ചേരുകയാണെങ്കിൽ നമുക്കിത് വലിയൊരു ബിസിനസ് ആക്കി മാറ്റാം. എന്താ താല്പര്യം ഉണ്ടോ? അല്ലാശാനെ ഇവിടെ കൂടെ കൂട്ടുന്നതിൽ എന്താ നിങ്ങളുടെ അഭിപ്രായം? ഇപ്പൊ കാശ്മീരി ഒന്ന് നോക്കുകയാണ്, ചെറുതായിട്ടൊന്ന് നാണം കൊടുക്കണം.
കോട്ടിക്കാവുന്ന രീതിയിൽ. എന്തായാലും പിന്നീട് ഈ ഒരു ഗ്രാമം വിട്ട് ഇവര് പോവാണ്. പക്ഷെ ഇത്രയും കാലം ബാധിച്ചതുപോലെയുള്ള ആ ഒരു വലിയ ശാപം ഈ ഒരു ഗ്രാമത്തിൽ ഇനി ഉണ്ടാവില്ല. അതായത് കാലഭൈരവൻ എന്ന ആ ഒരു ശാപം. ഓക്കെ, എന്തായാലും കഥ ഇവിടെ തീരുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ ചാനൽ വലിയൊരു സ്റ്റോറി വന്നിട്ടുണ്ട്. അടിപൊളിയാണ്, ത്രില്ലിംഗ് ആണ്, ഒരുപാട് ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കഥയുടെ ചെറിയൊരു സൂചന തരാം. അതായത് കഥാനായികയായിട്ടുള്ള ആലീസ് വലിയൊരു ബംഗ്ലാവിൽ നിന്നും കണ്ണു തുറക്കാണ് എന്ന ഒരു കാര്യം അവൾക്ക് ഓർമ്മയില്ലായിരുന്നു. പെട്ടെന്ന് അങ്ങോട്ടേക്ക് എത്തിയ ചില ആയുധധാരികൾ അവരിലൂടെ ഈ ആലീസ് ചില രഹസ്യങ്ങൾ മനസ്സിലാക്കുകയാണ്. അതായത് അവൾ താമസിക്കുന്ന ആ ഒരു വലിയ ബംഗ്ലാവ് ഇതൊരു വാതിൽ മാത്രമാണ്. ഇതിന്റെ അടിയിൽ മറ്റൊരു ലോകമുണ്ട്. ആ ലോകത്തിന്റെ കാവൽക്കാരിയായിരുന്നു ഈ ആലീസ്. എന്താണ് ആ ലോകം, അവിടെ എന്താ നടക്കുന്നത്? ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. അതിന്റെ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ബോക്സ് ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്താൽ നേരെ കഥയിലേക്ക് പോവാം. എന്നാൽ നേരെ ആ ഒരു കഥയിലേക്ക് വിട്ടോ, ആ കഥയിൽ വെച്ച് കാണാം. ബൈ.